ഹായ് ഗേസ്, ഇന്ന് നമ്മുടെ ചാനലിലെ ഒരു അടിപൊളി ചൈനീസ് ഡ്രാമ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഡ്രാമയുടെ തുടക്കത്തില് ഒരു കൊച്ചു പയ്യനെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ജീഷിങ് എന്നാണ്. ഈ ഡ്രാമയിലെ ഹീറോ ഇവനാണ് കേട്ടോ. ഇവന്റെ അച്ഛൻ ഇവന്റെ അമ്മയെ വിട്ട് വേറെ ആരോയോ കല്യാണം കഴിച്ചു പോയതാണ്. എന്തിനാ അമ്മ അച്ഛൻ മിസ്ഗോനെ വിവാഹം കഴിച്ചേ? പോരാത്തതിന് അവരുടെ കുഞ്ഞുങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നേ എന്നവൻ അമ്മയോട് ചോദിക്കുമ്പോൾ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോനെ, നിന്റെ കൂടെ ആരില്ലെങ്കിലും എപ്പോഴും ഈ അമ്മ കൂടെ ഉണ്ടാകും. എന്റെ മരണം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് അമ്മ അവനോട് പറയും. നമ്മുടെ ഹീറോന്റെ അമ്മക്കും ധാരാളം സ്വത്തുണ്ട്. ഒരു പണക്കാരിയാണ് ഈ അമ്മ. വീട്, കമ്പനി, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്നാൽ അത് നമ്മുടെ ഹീറോക്ക് ലഭിക്കാതിരിക്കാൻ ഹീറോന്റെ അച്ഛനും ഹീറോന്റെ സ്റ്റെപ്പ് മദറായ മിസ്കോയും കൂടെ ചേർന്ന് ഹീറോന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് അവരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആക്കും. അതിനുശേഷം പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി വീട്ടിലേക്ക് വരും. നമ്മുടെ ഹീറോ അമ്മയെ കാണാൻ വളരെ സന്തോഷത്തോടെ അമ്മയെന്ന് വിളിച്ച് ഓടി വരികയാണ്. അവൻ അകത്തെത്തിയതും അതേസമയം അവന്റെ അച്ഛൻ അമ്മയെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുകയും അമ്മ സ്പോട്ടിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരു സീൻ കണ്ടുകൊണ്ടാണ് അവൻ അങ്ങോട്ട് കയറി വന്നത്. ഇത് കണ്ട് അവനാകെ ഷോക്കായി. കൺമുന്നിൽ വെച്ച് സ്വന്തം അമ്മ മരിച്ചു പോയത് അവൻക്കൊരിക്കലും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെല്ലാം കാരണം എന്റെ അച്ഛനും ആ മിസ്കൗ ആണെന്നും പറഞ്ഞ് അവൻ അവരോട് പ്രതികാരം ചെയ്യാനായി ഒരുപാട് വർഷമായി കാത്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോ 18 വർഷമായി. എന്നാൽ അവന്റെ അച്ഛനും വൈകാതെ മരിച്ചുപോയി. അച്ഛന്റെ ഫ്യൂണറൽ ചെയ്യുന്നത് ഹീറോന്റെ സ്റ്റെപ്പ് മദറായ മിസ്കൗ ആണ്. അവരുടെ കൂടെ അവരുടെ മകനുമുണ്ട്. ഇവിടെ മിസ്കൗ, നിന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് വർഷമായി ഞങ്ങൾക്കറിയാം. ഇനി മുതൽ ഞാനും എന്റെ മകനും നിന്നെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് ഇവളോട് പറയും. അപ്പോ മിസ്കൗന്റെ പയ്യൻ ലിൻ അമ്മയോട്, അമ്മ ഇനി പേടിക്കണ്ട, അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. നിങ്ങൾക്ക് കമ്പനിയിൽ എന്തായാലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പോൾ ഹീറോ അങ്ങോട്ട് കടന്നു വന്നിട്ട്, ഏത് കമ്പനി, ആര് നോക്കിക്കൊള്ളാമെന്ന്? ഇനി മുതൽ ഇത് എന്റെ കമ്പനിയാണ് എന്നും പറഞ്ഞ് ഫ്യൂണറലിന് റെഡ് കളർ ഫ്ലവർ കൊണ്ടുവരും. ആക്ച്വലി ഫ്യൂണറലിന് റെഡ് കളർ ഫ്ലവർ കൊണ്ടുവരാൻ പാടില്ല. ബട്ട് ഈ മരണം ഹീറോ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പോ അവള്, ആരടാ നീ? എന്റെ അച്ഛൻ മരിച്ചു കിടക്കുകയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് റെഡ് കളർ ഫ്ലവർ കൊണ്ടുവന്നത്? മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോന്നും പറഞ്ഞ് ഹീറോനോട് ദേഷ്യപ്പെടും. ഇവൻ ജീഷിങ് ആണെന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടി അവന്റെ പേര് മാറ്റി പറഞ്ഞ് ഞാൻ ശാലങ് ആണെന്ന് പറയും. അപ്പൊ അമ്മ വളരെ ദേഷ്യത്തോടെ, എന്ത് നീയാണോ ശാലങ്? അപ്പോ അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദി നീയാണ്. പല തവണകളിൽ നീയാണ് അവിടെ ഷെയർസ് എല്ലാം എഴുതി വാങ്ങിയിരുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ പറയും. എടാ ദ്രോഹി, അപ്പൊ നീ കാരണമാണോ ഞങ്ങളുടെ അച്ഛൻ മരിച്ചത്? മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്കെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന റോസ് എടുത്ത് അവൾ അവനെ അടിച്ച് കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോകാൻ പറയും. അപ്പോ അവൻ, നിന്റെ അച്ഛൻ മരിക്കാൻ നേരം എനിക്ക് കമ്പനിയുടെ ഷെയർസ് എല്ലാം എഴുതി തന്നിരുന്നു. സോ ഇനി മുതൽ കമ്പനിയുടെ ചെയർമാൻ ഞാനായിരിക്കും. പിന്നെ വേറെ ഒരു കാര്യം കൂടെ, ഇനി മുതൽ നിങ്ങളുടേതെല്ലാം എന്റേതുമാണ്. എന്തിന്? നീ വരെ എന്റേതാണെന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിക്കും. ഹീറോയിൻ താമസിച്ചിരുന്ന വീട് പോലും ഇപ്പോ അവൻ കയ്യിലാക്കി. അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് അവൻ അകത്ത് കയറി. എന്റെ അച്ഛൻ നിനക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? എല്ലാം കമ്പനി ഷെയർസ് ആണെന്ന് പറഞ്ഞ് എല്ലാം നീ കൈക്കലാക്കി. ഇപ്പോ ആകെ ഉണ്ടായിരുന്ന വീടും നീ എടുത്തോണ്ട് പോയിരിക്കുന്നു. പ്ലീസ് എന്നെ പുറത്താക്കല്ലേന്ന് അവൾ കരഞ്ഞു പറയുമ്പോ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് കരഞ്ഞു വൈകാതെ വേഗം സ്ഥലം വിടാൻ നോക്കെന്ന് പറയും. അങ്ങനെ സമയം ഇരുട്ടായി. ഹീറോയിൻ എങ്ങോട്ടും പോകാതെ ആ മഴയത്ത് അവിടെ തന്നെ ഇരിക്കണേ. എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതായി പോയല്ലോ. എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്റെ അച്ഛനും എന്നെ വിട്ടുപോയി. എന്റെ എല്ലാമായിരുന്ന വീടും ഇപ്പോ എനിക്ക് നഷ്ടമായി. ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്നും പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടിരിക്കണേ. അപ്പോ പെട്ടെന്ന് അങ്ങോട്ട് ഹീറോ വന്നിട്ട്, കോരിച്ചേരുന്ന ഈ മഴയത്ത് ഒരു നായ പോലും ഇവിടെയില്ല, നീ ആരോടാണ് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൻ കുടയുമായാണ് വന്നിട്ടുള്ളത്. പ്ലീസ് ഡാ, ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കല്ലടാ, ഈ വീടാണ് എനിക്ക് എല്ലാം എന്ന് അവള് പറയുമ്പോ, അപ്പൊ ഞാൻ നിന്നെ വീട്ടിൽ കയറ്റാൽ അത് ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെയല്ലേ? എടാ പ്ലീസ് ഡാ, ഈ വീട്ടിൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. എന്തു വന്നാലും ഈ വീട് ഞാൻ സംരക്ഷിക്കുമെന്ന് എന്റെ അച്ഛനക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്. കൂടാതെ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ഇങ്ങോട്ട് വരാനുണ്ട്, അയാൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നവൻ പറയുമ്പോ, ഓക്കെ ശരി, ഞാൻ നിന്നെ വീട്ടിൽ കയറ്റാം. എന്നാൽ അതിനു പകരം നീ എനിക്ക് എന്ത് തരുമെന്ന് അവൻ ചോദിക്കുമ്പോൾ, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അവൾ പറയും. ഓഹോ, ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുമോ? എന്നാ നിന്നെ തരുമോ എന്നവൻ ക്ലോസ് ആയി ചോദിക്കും. അപ്പൊ അവള് പെട്ടെന്ന് ഓക്കെ എന്ന് പറയും. അവനും ഷോക്കായി. എന്ത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, നീ വിചാരിക്കും പോലെ അല്ല എന്ന് പറഞ്ഞ് അവൾ ഒരു ഇഞ്ച് തള്ളി മാറിയിട്ട്, നിനക്ക് ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ എന്നവളാകെ വിയർത്ത് പറയുമ്പോൾ പെട്ടെന്ന് അവൻ അവളെ തൂക്കിയെടുത്തിട്ട് ചിരിച്ചുകൊണ്ട് പോകും. നീ എന്താടാ ഇത് ചെയ്യുന്നേ? എന്നെ താഴെ ഇറക്കുന്ന അവൾ ദേഷ്യപ്പെട്ട് പറയും. ഹീറോന്റെ അമ്മ മരിച്ചതിനു ശേഷം അവന്റെ ആന്റിയാണ് അവന് ചെറുപ്രായത്തിൽ നോക്കി വളർത്തിയത്. ഇപ്പോ അവൻ ഹീറോയിനെ വീട്ടിൽ കയറ്റിയത് അറിഞ്ഞതും ആന്റി വളരെ ദേഷ്യത്തോടെ, അപ്പോ അവർ നമ്മോട് ചെയ്തതെല്ലാം നീ മറന്നു
മറന്നുപോയോ? ഇവളുടെ അച്ഛനാണ് നിന്റെ അമ്മയെ കൊന്നത്. പക്ഷെ ആ പെണ്ണിനെ കണ്ടതിനു ശേഷം നീ എല്ലാം മറന്നുപോയ പോലെ ഉണ്ടല്ലോ. എന്തിനാ അവളെ നീ വീട്ടിൽ കയറ്റിയതെന്ന് ആന്റി ചോദിച്ചതും നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും തന്നെയില്ല. ഞാനൊരു കാര്യവും മറന്നിട്ടില്ല. ഇപ്പോ അവള് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നമുക്ക് നല്ലതാണ്. അവർ എന്ത് പ്ലാൻ ചെയ്താലും നമുക്കറിയാമല്ലോ. കൂടാതെ അവളെ ഞാൻ വെറുതെ അല്ല വീട്ടിൽ കയറ്റിയത്. അവളെ വെച്ച് അവന്മാരെ പേടിപ്പിക്കാലോ. മിസ്കവും എന്റെ അച്ഛനും ചേർന്നാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. ഇപ്പോ ഇവിടെയുള്ളതെല്ലാം എന്റേതാണ്, എനിക്ക് സ്വന്തമാണ്, എന്റെ സ്വന്തം അമ്മയുടേതാണ് ഇതെല്ലാം. എന്റെ അച്ഛൻ അമ്മയോട് ചെയ്ത പാപങ്ങൾക്ക് ഞാൻ ഇതെങ്കിലും ഒന്ന് ചെയ്യണം. ഞാൻ പ്രതികാരം ചെയ്താലേ എന്റെ അമ്മയ്ക്ക് സന്തോഷമാകൂ എന്നൊക്കെ അവൻ മനസ്സിൽ പറയണേ. അപ്പോ അങ്ങോട്ട് ഹീറോയിൻ വന്നിട്ട്, എന്താടാ ഇതെല്ലാം, നീ എന്തിനാ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്കിട്ടെ? ഇതെനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയാമോ എന്നവൾ പറയുമ്പോൾ, നോക്കി, ഇത് എന്റെ വീടാണ്, എനിക്ക് എന്ത് തോന്നുന്നുവോ അത് ഞാൻ ചെയ്യും. നിന്നെ കണ്ട് പാവം തോന്നി അകത്ത് കയറ്റിയപ്പോൾ ഇപ്പൊ നീ ഓവറായി സംസാരിക്കുന്നു. അതിനു പകരം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? എന്റെ സാധനങ്ങളിലൊന്നും നീ കൈവെക്കരുത്, അതെല്ലാം എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നവൾ പറയുമ്പോൾ, നീ എന്തിനാ ഇത്ര ഓവറായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളുടെ തിങ്സ് എല്ലാം എടുത്ത് പൂളിലേക്ക് എറിയും. അപ്പൊ അവൾ അവളുടെ ടെഡ്ഡി ബിയർ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവനെയും വലിച്ചിട്ട് പൂളിലേക്ക് ചാടും. അപ്പൊ അവൻക്കാകെ ദേഷ്യം വന്ന് അവളെ കൈ പിടിച്ചിട്ട് ദേഷ്യപ്പെടും. അപ്പൊ അവള്, നിനക്കൊട്ടും മനസ്സാക്ഷിയില്ലല്ലോ, നീ എന്താ സൈക്കോ പോലെ പെരുമാറുന്നേ എന്നവൾ പറയുമ്പോൾ, എന്ത് എനിക്ക് മനസ്സാക്ഷിയില്ലെന്നോ? ആരുടെ മകളെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് കിട്ടേണ്ടതെല്ലാം നിങ്ങൾ തട്ടിയെടുത്തിട്ട് എനിക്ക് മനസ്സാക്ഷിയില്ലെന്നോ? നീയും നിന്റെ അച്ഛനെ പോലെയാണെന്ന് അവൻ പറയുമ്പോൾ ആ സ്പോട്ടിൽ അവന് മോന്ത കിട്ടുന്നു കൊടുക്കും. അപ്പോ നമ്മുടെ ഹീറോക്ക് നല്ല ദേഷ്യമെന്ന് അവളെ വീർപ്പിച്ച് അവൻ അവളെ കിസ് ചെയ്യും. ആടി, നീ പറഞ്ഞ പോലെ എനിക്ക് മനസ്സാക്ഷിയില്ല. നിന്നെയൊക്കെ വേദനിപ്പിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. നീ ഇനി തിരിച്ചടിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും നിന്നെ കിസ് ചെയ്യും. ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് നിനക്കറിയില്ല. ഇനി മുതൽ എന്നെ മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത് കേട്ട് അവളാകെ ഭയന്ന് അവിടുന്ന് ഓടിപ്പോകും. ഇവിടെ മിസ്കവ് ഹീറോന്റെ അച്ഛനെ പറ്റി ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ മരിച്ചതിനു ശേഷം കമ്പനി എനിക്ക് സ്വന്തമാകുമെന്ന് കരുതി. എന്നാൽ പുതിയ ഏതോ ഒരുത്തം വന്നിട്ട് അവനാണ് കമ്പനി ചെയർമാൻ എന്ന് പറയുന്നു. എന്ത് തന്നെയായാലും ശരി, അവനെ നമ്മൾ സൂക്ഷിക്കണം, അവനെ മുളയിലെ തന്നെ നുള്ളിക്കളയണം എന്ന് മിസ്കവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ അവളോട് സഹായം ചോദിക്കണേ അമ്മേ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചാലോ എന്ന് ലെൻ പറയുമ്പോൾ, അതൊന്നും വേണ്ട, അവളുടെ സ്വത്തെല്ലാം അവൾക്ക് നഷ്ടമായിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അവളുടെ അച്ഛനും അവളെ വിട്ടുപോയി. അവൾ നമ്മളെ സഹായിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും അവളെ നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ശാലങ്ക് അവളെ പറ്റി ഇൻഫർമേഷൻ ശേഖരിച്ച് കൂടെ കൂട്ടുമെന്ന് അമ്മ പറയും. പാവം ഹീറോയിൻ അവളിവിടെ സ്വന്തം വീട്ടിൽ ഒരു വേലക്കാരിയെ പോലെ നിലം തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങോട്ട് ഹീറോ ഷൂ ഇട്ടിട്ട് വരും. അപ്പൊ അവള്, ഞാൻ ഈ കഷ്ടപ്പെട്ട് തുടച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇത് കാണുന്നില്ലേ? ഞാൻ ആകെ തളർന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഷൂ പുറത്തയച്ചിട്ട് വന്നൂടെ? നിനക്ക് അല്പം പോലും മനസ്സാക്ഷിയില്ലെന്ന് അവള് പറയുമ്പോൾ, എന്തടി നീ നല്ലവളെ പോലെ അഭിനയിക്കുകയാണോ? നീ ഇങ്ങനെ പാവം പോലെ അഭിനയിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് കരുതിയോ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ, ആക്ച്വലി ഞാനാണ് അവളോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. വെറുതെ ഓസിക്കൊന്നും ഈ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരിയെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാനാണ് അവളോട് ഈ ജോലിയെല്ലാം ചെയ്യാൻ പറഞ്ഞതെന്ന് ആന്റി പറയും. അപ്പോ അവൻ, അത് ശരിയാണ്, അവർ ചെയ്തതിന് ഇതൊന്നും പോരാ, ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്, അതെല്ലാം നമുക്ക് ആസ്വദിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. ഇവിടെ ഹീറോയിൻ അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് നോക്കുകയാണ്. നമ്മുടെ ഹീറോയിന് ചെറിയ പ്രായത്തിൽ തന്നെ ഹീറോയിനെ കുറിച്ച് അറിയാം. അവളുടെ ചെറിയ പ്രായത്തിൽ അച്ഛൻ അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജീഷിങ് വരുന്നത് വരെ നീ അവനക്ക് വേണ്ടി കാത്തിരിക്കണം, ഇത് അവന്റെ വീടാണ്, അവൻ വന്നാൽ ഇത് അവനക്ക് തിരികെ കൊടുക്കണമെന്ന് അവരുടെ അച്ഛൻ ചെറുപ്പത്തിലെ അവളോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവള് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആന്റി അങ്ങോട്ട് വരും. എന്റെ റൂമിൽ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് അവള് ചോദിക്കുമ്പോൾ, എന്ത് നിന്റെ റൂമോ? ഈ വീട് തന്നെ ജീഷിങ്ങിന്റേതാണ് എന്ന് ആന്റി പറയും. അപ്പോ ആന്റി അവളുടെ കയ്യിലുണ്ടായിരുന്ന അച്ഛന്റെ ഫോട്ടോ കാണും. ആന്റി വളരെ ദേഷ്യത്തോടെ അത് തട്ടിപ്പറിച്ചിട്ട്, ഈ ദ്രോഹിയുടെ ഒരൊറ്റ ഫോട്ടോ പോലും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് അത് കീറിക്കളയും. നിങ്ങൾ ഇതെന്താ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ ആന്റിയോട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഹീറോ വരും. ആന്റിയോട് തർക്കിക്കാൻ മാത്രം നീ വളർന്നോ? എന്താ നിന്റെയൊക്കെ ഒരു ധൈര്യം? നിന്നെ പാവമെന്ന് കരുതി വീട്ടിലേക്ക് കയറ്റിയപ്പോ നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഹീറോ അവളോട് ദേഷ്യപ്പെടുകയാണ്. അപ്പൊ അവള് സങ്കടത്തോടെ, നോക്ക്, നിങ്ങൾ ഇനി എന്ത് വേണേലും ചെയ്തോ, എത്ര വേണേലും ടോർച്ചർ ചെയ്തോളൂ, പക്ഷെ ദയവ് ചെയ്ത് എന്റെ സാധനങ്ങളൊന്നും നശിപ്പിച്ച് കളയരുത്, കാരണം അതെനിക്ക് എന്റെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്നവള് പറയുമ്പോൾ ഹീറോ അവളുടെ കയ്യിൽ അടികൊണ്ടതിന്റെ അടയാളം കാണും. ശരി, നിനക്ക് ഈ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കണം എങ്കിൽ ഞങ്ങൾ പറയുന്നതെല്ലാം നീ കേൾക്കണം. ശരി വാ ആന്റി എന്ന് പറഞ്ഞിട്ട് അവൻ ആന്റിയെയും കൂട്ടി അവിടുന്ന് പോകും. ഇവിടെ ആന്റി അവന്റെ അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട്, ഇവളുടെ അച്ഛനും ആ മിസ്കവും ചേർന്ന് ഇവന്റെ അമ്മയെ എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ വീടും നിന്റെ കമ്പനിയും എല്ലാം അവർ എഴുതി വാങ്ങി. അതുകൂടാതെ പാവം ജീഷിങ് അവനൊരു ചെറിയ പയ്യനാണെന്ന് പോലും നോക്കാതെ അവനെ റൂമിനുള്ളിൽ അടച്ചു വെച്ച് എന്തോരം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർ നിനക്കും നിന്റെ പയ്യനും ചെയ്ത പാപത്തിന് ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്ന് ഫോട്ടോ നോക്കി സങ്കടത്തോടെ പറയാണ്. അങ്ങനെ അടുത്ത ദിവസം അവൻ അവളെ വിളിച്ചിട്ട്, എന്താ മോളെ നീ ഇവിടെയെല്ലാം ഫുൾ ക്ലീൻ ചെയ്തോന്ന് ചോദിക്കും. ഞാൻ അതെല്ലാം ചെയ്തെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ നിൽക്കവേ, നിക്ക് കുറച്ചുനേരം ഇവിടെ വെയിറ്റ് ചെയ്യും, ഇതാ ഈ മരുന്നെടുത്തിട്ട് പോ, നിനക്ക് വേണമെങ്കിൽ യൂസ് ചെയ്തോ, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് പൊയ്ക്കോന്ന് പറയും. അപ്പൊ അവളത് നോക്കിയിട്ട്, ഇത് ഓപ്പൺ പോലും ചെയ്തിട്ടില്ലല്ലോ
കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ട് പുതിയത് പോലുണ്ട് എന്നവൾ പറയുമ്പോൾ ഇതിപ്പോ നിനക്ക് വേണോ വേണ്ടയോ, വേണമെങ്കിൽ ഇതെടുത്ത് ഇവിടുന്ന് പോകാൻ നോക്കെന്ന് പറയും. അവൾക്ക് മുറിവ് പറ്റിയത് കൊണ്ടാണ് അവൻ മരുന്ന് കൊടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി. ഇവൻ നല്ലവനാണോ അതോ ചീത്തയാണോ എന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം ലീ ഇവിടെ ഹീറോനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എല്ലാം ശേഖരിച്ചു വന്നിരിക്കുകയാണ്. അവൻക്ക് സ്വന്തമായിട്ട് ആരുമില്ല, അവനെ ദത്തെടുത്ത് വളർത്തിയതാണ്. 10 വയസ്സുള്ളപ്പോൾ ഫോറിനിൽ പോയാണ് പഠിച്ചത്. ഫോറിനിലെ യൂണിവേഴ്സിറ്റിയിലാണ് അവൻ ഗ്രാജുവേറ്റ് ആയത്. അവൻക്ക് സ്വന്തം എന്ന് പറയാൻ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ ആരുമില്ല. നിങ്ങൾ വിചാരിച്ച പോലെ അവൻ അത്ര വലിയ ആളൊന്നുമല്ല അമ്മ എന്ന് ലിൻ പറയുമ്പോൾ അവൻ നമുക്കിടയിൽ വരാൻ പോലും പാടില്ല. അവൻ ചെയർമാൻ ആയതിനു ശേഷം അവൻ കമ്പനിയിലെ പ്രൊജക്ട് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അവന്റെ മേൽ ഒരു കണ്ണുണ്ടാകുന്നത് നല്ലതാണ്. നീ ആദ്യം അവളെ, അതായത് നമ്മുടെ ഹീറോയിനെ വലയിൽ വീഴ്ത്തണമെന്ന് അമ്മ ലിനോട് പറയും. കൂടാതെ ഇന്ന് ഹീറോയുടെ വീട്ടിൽ ഒരു ഡിന്നർ ഉള്ളത് കൊണ്ട് നമ്മൾ റെഡിയായി പോകണമെന്നും അമ്മ പറയും. ആ ഡിന്നറിൽ എല്ലാ ബോർഡ് ഡയറക്ടേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കമ്പനിക്ക് പുതുതായി വന്ന ആളാണ്. ഇനി മുതൽ നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരിക്കണം. അതാ ഞാൻ നിങ്ങളെ ഡിന്നറിന് വിളിച്ചത്. ശേഷം ഹീറോയിനെ നോക്കിയിട്ട് ഇവള് കമ്പനിയുടെ പഴയ ചെയർമാന്റെ മകളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത് പോയി അവർക്ക് എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്ന അവൻ പറഞ്ഞതും എന്ത് ഞാനോ, അന്നേരം മിസ് ഗൗ അവളെ നമ്മുടെ വലയിൽ വീഴ്ത്താൻ ഇതാണ് നല്ല ചാൻസ്. ശരി, ഞാൻ അവളോട് പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ പോകും. എന്നിട്ട് വളരെ സിമ്പതിയോടെ പാവം നീ, ഇപ്പൊ നിന്റെ അച്ഛനും പോയി, ഇപ്പൊ നിന്റെ വീടും നിനക്ക് നഷ്ടമായി എന്നവർ പറയുമ്പോൾ എനിക്ക് ശാലങ്ങിനെ തീരെ ഇഷ്ടമല്ല. ഈ കമ്പനിയിൽ നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ട്? സോ അപ്പോ നിങ്ങൾ തന്നെയല്ല ചെയർമാൻ ആകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാം. നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ ആണ് ഇപ്പോ എന്റേത്. അപ്പോ മിസ് ഗൗ നീ എന്തുകൊണ്ടും പേടിക്കണ്ട. നിനക്ക് ഡിസൈനിങ് ഒക്കെ അറിയില്ലേ, ധാരാളം അവാർഡുകളും നീ വാങ്ങിയിട്ടുണ്ട്. അപ്പോ നീ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നോക്ക്. ഞാനും നിന്നെ ഈ വീട് തിരിച്ചു പിടിക്കാൻ തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. അപ്പോ നീ ഹീറോന്റെ എല്ലാ നീക്കങ്ങളും അവന്റെ കൂടെ നിന്നുകൊണ്ട് നിരീക്ഷിച്ച് ഞങ്ങളോട് പറയണം. നിന്റെ അവസ്ഥ കണ്ടിട്ട് ലീക്ക് നല്ല സങ്കടമുണ്ട്. അവൻ നിനക്കായി താഴെ കാത്തിരിക്കുന്നുണ്ട്. നീ അവനോട് പോയി സംസാരിക്കെന്ന് പറയും. ശേഷം അവള് ലീന്റെ അടുത്ത് പോയിട്ട് ലീ, ഞാനും ആ കമ്പനിയിൽ ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യാണ്. നിന്റെ അമ്മയാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത് എന്നവൾ പറഞ്ഞതും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനും എന്റെ അമ്മയും നിന്നെ നന്നായി നോക്കും എന്ന് പറഞ്ഞ് അവൻ അവളുടെ മേൽ കൈവച്ചതും കൃത്യസമയത്ത് അങ്ങോട്ട് ഹീറോ വന്ന് ആ കൈയെടുത്ത് മാറ്റിയിട്ട് അവനെ മാറ്റി നിർത്തും. എന്താടാ നീ ചെയ്യുന്നതെന്ന് ലീ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി, ഇവളെന്റെ വേലക്കാരിയാണ്, വർക്കിംഗ് ടൈമിലൊന്നും സംസാരിക്കാൻ പാടില്ല. ഇനി അഥവാ നിനക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്റെ അടുത്ത് വന്ന് പെർമിഷൻ വാങ്ങിക്കണം. ശേഷം അവളെ അവിടുന്ന് വലിച്ചോണ്ട് വന്നിട്ട് നിനക്കും അവനക്കും എന്തായിരുന്നു അവിടെ പണി, എന്തേലും വേണ്ടാത്തരമായിരിക്കുമെന്ന് അവൻ പറയുമ്പോൾ നിന്നെ പോലെ നീ തന്നെ ഉണ്ടാകൂ, നീ വിചാരിക്കും പോലെ ഒന്നുമല്ല, നീ എന്തിനാ എന്നെ മോശമായി ചിത്രീകരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. അപ്പോ അവൻ അവളെ പിടിച്ചു വെച്ചിട്ട് നീ ഇതിനു മുന്നേ ഒരു പണക്കാരിയായിരുന്നു, സോ എല്ലാവരും നിനക്ക് നല്ല ബഹുമാനവും തന്നിട്ടുണ്ടാകും. പക്ഷെ ഇപ്പോ അവൻക്ക് നിന്റെ ഈ മനോഹരമായ മുഖമാണ് പ്രാധാന്യം, അവനക്കിപ്പോ നീ വെറും ഒരു പാവയാണ് എന്നവൻ പറയുമ്പോൾ ഓ അപ്പോ നീ ഈ ചെയ്യുന്നതോ, നീയും എന്നെ ഒരു പാവയെ പോലെയല്ല യൂസ് ആക്കുന്നേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തന്നെ കാരണം നീയാണെന്ന് പറഞ്ഞ് ചൂടാകും. അങ്ങനെ ഹീറോയിൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ചെയർമാൻ റൂം ഇതാണെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അവളെ അങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് അവിടുന്ന് പോകും. എന്തൊക്കെയാ പറയുന്നേ, ഞാൻ ഈ കമ്പനിയിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അസിസ്റ്റന്റ് എന്നാലും ചെയർമാന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. ആക്ച്വലി നിങ്ങളും ചെയർമാന്റെ അസിസ്റ്റന്റ് ആണെന്ന് പറയും. എന്നവർ പറയുമ്പോൾ ഇത് കേട്ട് അവളാകെ ഷോക്കാകും. അപ്പോ കറക്റ്റ് അങ്ങോട്ട് ഹീറോ വരും. എന്താടി ആദ്യ ദിവസം തന്നെ ലേറ്റ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നേ, ശരി ശരി വേഗം എന്നെ ഫോളോ ചെയ്ത് വാ എന്ന് അവന് പറയും. അവളാകെ ഭ്രാന്തായിട്ട് ഞാൻ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ജോലി ചെയ്യാനായി വന്നത്, വീട്ടിലെ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും ഞാൻ നിനക്ക് അസിസ്റ്റന്റ് ആകണോ, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ എന്നാൽ നിനക്ക് ഞാൻ വേറെ ജോലിയൊന്നും ഇവിടെ തരില്ലെന്ന് അവൻ പറയും. ഹീറോന്റെ കൂടെ നിന്നുകൊണ്ട് അവന്റെ എല്ലാ നീക്കങ്ങളും നോക്കണമെന്ന് മിസ് ഗൗ പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് അവന്റെ അസിസ്റ്റന്റ് ആയാൽ എല്ലാം മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഓക്കെ ഞാൻ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഓക്കെ പറയും. ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അവിടുത്തെ റൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ കോൾ ചെയ്താൽ 30 സെക്കൻഡ്സിൽ അത് എടുക്കണം, മെസ്സേജ് ചെയ്താൽ 10 സെക്കൻഡിനുള്ളിൽ റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ അവൻ പറയും. അല്ല ഞാൻ നിനക്ക് അസിസ്റ്റന്റോ അതോ അടിമയോ, ഞാൻ എന്തെല്ലാം ചെയ്യണം എന്നവൾ സങ്കടത്തോടെ മനസ്സിൽ പറയാണ്. ശരി നിന്റെ വർക്ക് അവേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. പാർട്ടിക്കെല്ലാം പോയിട്ട് ഡ്രിങ്ക്സ് കുടിക്കരുത്, അതൊന്നും നിന്റെ ഹെൽത്തിന് നല്ലതല്ലെന്ന് അവള് പറയും. അപ്പൊ അവൻ ഞാൻ എന്ത് ചെയ്താലും നിനക്കെന്താ, ഇവൾക്ക് ഇപ്പൊ എന്താ എന്റെ മേലൊരു ഫീലൊക്കെ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. എന്നാൽ അവൻ ഒരുപാട് കുടിച്ചിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ബോധമില്ലാതെ ഹീറോയിന്റെ റൂമിൽ വന്നാണ് കിടക്കുന്നത്. ഡേ ഇവിടെ എന്താണ് നീ ചെയ്യുന്നേ, മര്യാദക്ക് ഇവിടുന്ന് എണീറ്റ് പോ, ഇത് എന്റെ റൂമാണെന്ന് പറയും. അയ്യോ സോറി ബോധമില്ലാതെയാണ് ഞാൻ വന്നത്, അധികം മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവൻ പോകവേ അവളുടെ ഫോണിലേക്ക് ലിൻ മെസ്സേജ് അയച്ചത് അവൻ കാണും. ഇവനെന്തിനാ ഇപ്പോ നിനക്ക് മെസ്സേജ് അയക്കുന്നേ, അപ്പോ നിനക്ക് ഇവനെയാണോ ഇഷ്ടം, എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് അവനെയാണ് തിരഞ്ഞെടുക്കുന്നത്, നിനക്കും ഇവനാണോ ഇത്ര പ്രാധാന്യം, അപ്പോ ശരി ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ റൂമിനുള്ളിൽ ആക്കിയിട്ട് കതക് പൂട്ടിയിടും. ആക്ച്വലി മിസ്കാവും ഇവൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ഇത് റൂമിലായിരുന്നു അവനെ അടച്ചിട്ടിരുന്നത്. രാത്രി ഏത് പകൽ ഏതാണെന്ന് അറിയാതെ അവൻ ഒരുപാട് ആ റൂമിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്.
അതേസമയം അന്ന് നമ്മുടെ ഹീറോയിനും ഇതേ വീട്ടിലുണ്ടായിരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് അവള് ആ ടെഡ്ഡി ബിയർ കൊടുത്തിട്ട് ഇത് കെട്ടിപ്പിടിച്ചുറങ്ങിക്കോന്ന് പറഞ്ഞത് അവൻ ഇപ്പൊ ഓർക്കും. അന്ന് അവൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ അവന്റെ കൂടെ ആകെ ഉണ്ടായിരുന്നത് ഇവളായിരുന്നു. എന്റെ കൺമുന്നിൽ വെച്ചാണ് നിന്റെ അച്ഛൻ എന്റെ അമ്മയെ കൊന്നത്. ചെറിയ പ്രായത്തിൽ ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ നീയായിരുന്നു എനിക്ക് കൂട്ടുണ്ടായിരുന്നത്. പക്ഷേ നീ അയാളുടെ മകളായത് കൊണ്ടാണെന്ന് പറഞ്ഞ് അവൻ അവിടെ ഫീൽ ആയിരിക്കാണ്. അതേസമയം അവള് പ്ലീസ് ഡോറ് തുറക്കെ, എനിക്ക് ഇരുട്ട് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞ് ഡോറ് മുട്ടിയെങ്കിലും അവൻ തുറക്കുന്നുണ്ടായിരുന്നില്ല. അവളും പാവം പേടിച്ചിരിക്കാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം അവൻ അവളെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കാണ്. അവള് കരയുന്നത് കണ്ട് അവർക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട്. പാവം തോന്നി അവൻ അവളുടെ കണ്ണുനീർ തുടക്കാൻ നിൽക്കവേ അവള് ദേഷ്യത്തോടെ മുഖം തിരിക്കും. അപ്പോ അങ്ങോട്ട് ആന്റി വന്നിട്ട്, നോക്ക്, അവള് മിസ്കോന്റെ കൂടെ ചേർന്ന് നിന്നെ ചതിക്കുകയാണ്. അവരുടെ ട്രാപ്പിലൊന്നും നീ വീയരുത്. ഇത്രയും വർഷം നമ്മൾ ചെയ്ത പ്ലാൻ എല്ലാം വേസ്റ്റ് ആയി പോകും. അപ്പോ അവൻ, ആന്റി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇനി ചെയർമാൻ മീറ്റിംഗ് വരാൻ പോവുകയാണ്. ഇതിൽ ഞാൻ വിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെർമനന്റ് ചെയർമാൻ സ്ഥാനം കിട്ടും. എന്റെ അമ്മയ്ക്ക് ലഭിക്കേണ്ടത് ഞാൻ എല്ലാം തിരിച്ചു പിടിക്കും. ആ മിസ്കോവിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അവൻ പറയും. നമ്മുടെ ഹീറോ ഇപ്പോൾ ടെമ്പററി ചെയർമാനാണ്. അവൻ പെർമനന്റ് ചെയർമാൻ ആകണമെങ്കിൽ നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാം തീരുമാനിക്കണം. എന്നിട്ട് മിസ്കോ 5 ബോർഡ് മെമ്പേഴ്സിന്റെ പേരുകൾ പറയും. എല്ലാവരും എന്ത് തീരുമാനമെടുക്കുന്നുവോ അതാണ് അവിടെ നടക്കുന്നത്. ഹീറോ ചെയർമാൻ ആകാതിരിക്കാൻ അവരെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് മിസ്കോ ഹീറോയിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളും എല്ലാവരോടും അവരെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് ആരും തന്നെ അവർക്ക് സപ്പോർട്ടില്ല. എല്ലാവരും ഹീറോന്റെ സൈഡാണ് സപ്പോർട്ട്. അങ്ങനെ ഹീറോ അവളുടെ അടുത്ത് വന്നിട്ട്, ഞാൻ ചെയർമാൻ ആകാതിരിക്കാം, നീ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ അവള്, നീ ഈ കമ്പനിയുടെ ഷെയർസ് എല്ലാം കൈക്കലാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ട് നിനക്ക് ചെയർമാൻ ആകാനുള്ള യാതൊരു യോഗ്യതയുമില്ലെന്ന് അവള് പറയും. ഓ അങ്ങനെയാണോ? ഈ വിഷയത്തിൽ ആരാ നിന്നെ ഹെൽപ്പ് ചെയ്തേ? മിസ് കൗ ആണോ? നോക്കി, ഇങ്ങോട്ട് നോക്കി, അവളൊന്നും അത്ര നല്ലവളല്ല. നിന്റെ അടുത്ത് ഒരു പണവുമില്ല, പദവിയുമില്ല. അങ്ങനെ ഇരിക്കുന്ന നിന്നോട് അവർ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ ഇതൊന്നും നിനക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അവൾക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. നീ അവളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞതും, നീ വിചാരിക്കും പോലെ ഈ ലോകത്ത് എല്ലാവരും നിന്നെ പോലെ ആകണമെന്നില്ല. ഒരു സൈഡ് നല്ലവരും ഉണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരും ഉണ്ട്. എന്ത് വിശ്വസിക്കാൻ പറ്റുന്നവരെ ആരവരൊക്കെ എന്നവൻ തമാശയോടെ ചോദിക്കുമ്പോൾ, എന്തേ എന്നെ വിശ്വസിച്ചൂടെ എന്നവൾ പറയുമ്പോൾ, എന്താടി നിനക്ക് ഭ്രാന്താണോ, ലൂസ് പോലെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. അങ്ങനെ ആ മീറ്റിംഗിൽ നമ്മുടെ ഹീറോക്ക് എതിരായി ആരും തന്നെ നിന്നിട്ടില്ല. അതിനാൽ അവനെ തന്നെയാണ് പെർമനന്റ് ചെയർമാനായി നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോ സമയം രാത്രിയായി. ഹീറോയും ഹീറോയിനും നൈറ്റ് ഫുൾ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര മഴയും ഇടിയും വെട്ടുന്നുണ്ട്. ഹീറോയിന് ചെറിയ പ്രായത്തിൽ തന്നെ ഇടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഇപ്പോ അവളാകെ പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നിരിക്കണേ. അപ്പോ ഹീറോ അവളെ കുറിച്ച് ആലോചിച്ച് അവിടെ അവളെ തിരിഞ്ഞ് ഹീറോ വന്ന് നോക്കുമ്പോൾ അവളുടെ അടുത്തിൽ ഇരിപ്പുണ്ടാകും. അവൻ അവളോട്, നീ പേടിക്കാതിരി, ഞാനില്ലേ നിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അവളോട് ക്ലോസ് ആയിട്ട് ഇരിക്കണേ. ഞാനെന്തിനാ അവളെ കുറിച്ച് വേവലാതിപ്പെടുന്നേ? അവൾക്ക് അവളെ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഞാനെന്തിനാ അവളെ കുറിച്ച് ആലോചിക്കുന്നേ എന്ന് പറഞ്ഞ് അവൻ അവൾക്കും വേണ്ടിയിട്ട് മുറ്റത്ത് കാത്തിരിക്കുകയാണ്. അപ്പോ അവളെ, നീ എന്താണ് ഈ മയത്ത് പുറത്ത് നിൽക്കുന്നേ? നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോ അവൻ, ഈ കോരിച്ചെറിയുന്ന മയത്ത് നീ ഇത് എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കൂടെ തട്ടിക്കളഞ്ഞ് അവളെ ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യും. നിനക്കെന്താ ഭ്രാന്താണോ? നീ മദ്യപിച്ചിട്ടുണ്ടോ? ആടി, എനിക്ക് ഭ്രാന്താണ്. എനിക്ക് നിന്നോട് സ്നേഹമാണ്. പക്ഷേ എനിക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വരുമ്പോൾ നിന്നെ ടോർച്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാ പറഞ്ഞത്, ഓവറായി ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞ് അവൻ വീണ്ടും അവളെ കിസ് ചെയ്യും. അപ്പോ അവളെ, നിനക്ക് തീരെ ബോധമില്ലേ എന്നും പറഞ്ഞ് അവനെ വീണ്ടും തള്ളി മാറ്റും. പിറ്റേ ദിവസം ഹീറോ അവൾക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഇത് ഉടുത്തിട്ട് വാന്ന് പറയും. അപ്പോ അവളെ, ഞാനെന്തിനാ ഇതൊക്കെ ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ, നീ എന്റെ അടിമയാണ്. അപ്പോ ഞാൻ പറയുന്നത് അപ്പടി അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. എന്നിട്ട് അവളെ ഒരു പാർട്ടിക്ക് കൂട്ടുകൊണ്ടുവന്നിട്ട് ഇന്ന് ഫുൾ നീ എന്റേതായിരിക്കുമെന്ന് പറയും. അപ്പൊ അവിടെയുള്ള മറ്റു ലേഡീസ് അവളെ പറ്റി ഓരോന്ന് പറയും. ഈ പെണ്ണത് ഒരു നാണവുമില്ലാതെ ഈ പാർട്ടിക്ക് വന്നിരിക്കുന്നേ. അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവളുടെ അടുത്ത് ഒന്നും തന്നെ ഇല്ല. ഏതോ ഒരാളുടെ വീട്ടിലാണ് അവൾ ഇപ്പോൾ താമസിക്കുന്നത്. ഇങ്ങനെയുള്ളവരുടെ എല്ലാം അവസ്ഥ അവസാനം എങ്ങനെയാണ് എന്നൊക്കെ അവർ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഹീറോയിൻ കേൾക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങോട്ട് ഹീറോ വന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട്, ഇവൾ എന്റെ ഫിയാൻസിയാണ്, വൈകാതെ ഞങ്ങൾ തമ്മിൽ വിവാഹിതരാകാൻ പോകുകയാണ്. ഇവളെ എന്റെ വീട്ടിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നവൻ പറയുമ്പോൾ അവളും അവിടെ ഉള്ളവരെല്ലാവരും ഒന്ന് ഷോക്കാകും. എന്താ ഫിയാൻസിയോ? ഇത് കേട്ട് ലിൻ, അതിന് നിങ്ങളുടെ എൻഗേജ്മെന്റ് എന്തെങ്കിലും കഴിഞ്ഞോ ഇത്ര ഉറപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഈ പാർട്ടിയിൽ നമ്മുടെ ഹീറോയിൻ നല്ലോണം ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ട്. ശേഷം അവൾ അവനോട്, എന്തിനാണ് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേ? ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ സത്യങ്ങൾ നീ മറക്കുന്നുണ്ട്. പക്ഷെ നിന്നെ കാണുമ്പോൾ നീ നല്ലവനാണോ അതോ ചീത്തവനാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖം നോക്കിയാലും എപ്പോഴും ഒരേപോലെ. എനിക്ക് നിന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ബട്ട് ഈ വീട് എനിക്ക് അത്രക്കും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ എന്റെ ധാരാളം ഓർമ്മകളുണ്ട്. അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഇത് ജീഷിങ്ങിന്റെ വീടാണ് എന്ന് പറഞ്ഞ് അവൾ അവിടേക്ക് ലെക്ക് കെട്ടി വീഴും. അപ്പോ ഇത് നമ്മുടെ ഹീറോ കേട്ടതും, അപ്പോ അവൾ ഇത്രയും വർഷം എനിക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് എന്നവൻ മനസ്സിൽ ആലോചിക്കും. നമ്മുടെ ഹീറോ ഇവളാണ് എന്റെ ഫിയാൻസി എന്ന് പറഞ്ഞില്ലായിരുന്നു. അതെല്ലാം ഇപ്പോ ന്യൂസിലെല്ലാം പബ്ലിഷ് ആയിട്ടുണ്ട്. ഇത് ആന്റി അറിയുകയും ആളുകളെ വെച്ച് ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഹീറോയിൻ ഓഫീസിലൊന്നും വന്നിട്ടില്ല. അവളെ കോൾ ചെയ്തിട്ടും ഒരു റെസ്പോൺസും ഇല്ല. അങ്ങനെ അവൻ അവളെ
തിരിഞ്ഞ് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെയും അവളെ കാണുന്നുണ്ടാകില്ല. അങ്ങനെ അവൻ ആന്റിയോട് നിങ്ങൾ അവളെ കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇനി നിനക്ക് അവളെ കാണാൻ പറ്റില്ല, കാരണം ഞാൻ അവളെ ആളുകളെ വെച്ച് കിഡ്നാപ്പ് ചെയ്തിരിക്കണേ. ആന്റി നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയും. നിന്റെ ഭാര്യ ആകാനുള്ള യാതൊരു യോഗ്യതയും അവൾക്കില്ല, അതാ ഞാൻ അവളെ നിന്നിൽ നിന്ന് മാറ്റിയതെന്ന് പറയും. അപ്പോ അവൻ പറ ആന്റി നിങ്ങൾ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയത് എന്ന് ഒരുപാട് ചോദിക്കും. അവസാനം ആന്റി അവരുടെ ആളുകൾക്ക് കോൾ ചെയ്യുമ്പോൾ അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടെന്ന് പറയും. ഞാൻ അവളെ നിന്റെ അമ്മയുടെ സമാധി എടുത്തു കൊണ്ടുപോയിട്ട് അമ്മ എങ്ങനെ മരിച്ചതെന്ന് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചിരുന്നു. ദുഷ്ടത്തി അപ്പോഴേക്കും രക്ഷപ്പെട്ടു. ആന്റി നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവൻ അവളെ തിരിഞ്ഞു പോകും. പാവം അവളൊരു കാട്ടിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ശേഷം അവൻ അവളെയും എടുത്ത് വീട്ടിലേക്ക് വരും. അവനും അവളുടെ അടുത്തായിട്ട് കിടപ്പുണ്ട്. അവളെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോന്റെ കയ്യിലെ ഇഞ്ചുറീസ് കാണും. അപ്പോ ഇവനാണോ ഇന്നലെ എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് അവൾ അവൻക്ക് മരുന്ന് വെച്ചു കൊടുക്കും. നീ എന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും നീ ചെയ്ത ഹെൽപ്പിന് ഒരുപാട് നന്ദി. എന്റെ അച്ഛൻ പറയുമായിരുന്നു നമുക്ക് കിട്ടിയ ചെറിയ അപകടങ്ങളെല്ലാം ഒരു ഗിഫ്റ്റ് പോലെയാണ്, കാരണം അത് നമ്മളെ വലിയ അപകടങ്ങളിൽ നിന്നുമുള്ള രക്ഷയാണ്. ചെറിയ പ്രായത്തിൽ എന്റെ വീടിനടുത്ത് ഒരു പയ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ജീഷിങ് എന്നായിരുന്നു. അവനും ചെറിയ പ്രായത്തിൽ മുറിവ് പറ്റിയ സമയത്ത് ഞാൻ ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ അവൻക്ക് വേണ്ടിയാണ് ഈ വീട്ടിൽ ഈ ടോർച്ചർ എല്ലാം സഹിച്ച് അവൻക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നൊക്കെ ഹീറോയിൻ പറയുമ്പോ അപ്പോ ഇവള് ഇത്രയും വർഷം എനിക്ക് വേണ്ടിയാണോ എന്നെ മറക്കാതെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്, ഇനി ഞാൻ എങ്ങനെയാ ജീഷിങ് ആണെന്നും പറഞ്ഞ് അവളെ മുഖം കാണിക്കുക. പാവം അവളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ കരയും. നമ്മുടെ ഹീറോയിന്റെ പേരിലും 10% ഷെയർ ഉണ്ട്, അത് അവളുടെ അമ്മ അവൾക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതറിഞ്ഞ മിസ് ഗൗ അപ്പൊ ആ പെണ്ണ് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിൽ നിന്ന് മറച്ചു വെച്ച് നടക്കുമായിരുന്നു അല്ലെ, ആ ഷെയർസ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് മിസ് ഗൗ മകനോട് വാശിയോട് പറയും. അതേസമയം ഇവിടെ ഹീറോ ഇതുവരെ നടന്ന പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൾക്കൊരു സ്മാർട്ട് വാച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൽ GPS ട്രാക്കൊക്കെ ഉണ്ട്, നീ എവിടെ പോയാലും എവിടെ കുടുങ്ങിയാലും വേഗം കണ്ടെത്താമെന്ന് അവന് പറയുമ്പോൾ നിങ്ങളുടെ ഹെൽപ്പൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിൽ സംസാരിക്കും. എന്നാൽ അവൻ അതൊന്നും മെയിൻഡാക്കാതെ അവളെ ബലമായി പിടിച്ച് മടിയിലിരുത്തിയിട്ട് അത് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും. അപ്പൊ അവളെ എണീക്കാതാകുമ്പോൾ എന്താ മോളെ സോഫയിൽ ഇരിക്കാണെന്നാണോ വിചാരം, എണീക്കടെന്നും പറഞ്ഞ് അവളെ എണീപ്പിക്കും. ശേഷം അവൻ ആന്റി ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നമുക്ക് രണ്ടുപേർക്കും എൻഗേജ്മെന്റ് ആയെന്ന് കരുതിയിട്ടാണ് ആന്റി ഇങ്ങനെ ചെയ്തതെന്ന് അവൻ പറയുമ്പോൾ എന്ത്, അപ്പൊ ആന്റിയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതുവരെ എന്നെ വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്തിട്ട് അതിനുശേഷം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഫിയാൻസി ആണെന്നും പറയുന്നു. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ, സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം എന്നവൾ അവനോട് ദേഷ്യത്തോടെ ചോദിക്കും. സംഭവം എന്തെന്നാൽ എനിക്ക് നിന്റെ ആ 10% ഷെയർസ് വേണം, അതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്റെ കൂടെ നിർത്തുന്നത്. നമുക്കൊരു ഡീല് വെച്ചാലോ, നമ്മുടെ എൻഗേജ്മെന്റ് ഞാൻ ബ്രേക്ക് ചെയ്യാം, അതുകൂടാതെ നിന്റെ ഈ വീട് ഞാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചും തരാം. എന്നാൽ അതിനു പകരം എനിക്ക് നിന്റെ 10% ഷെയർസ് എഴുതി തരണം. എന്തിനാ ഞാൻ എന്റെ ഷെയർസ് എല്ലാം നിനക്ക് എഴുതി തരുന്നേ, അത് എന്റെ അമ്മ എനിക്ക് എഴുതി വെച്ചു പോയതാണ്, ഇനി അത് മാത്രമേ ഉള്ളൂ എനിക്ക് സ്വന്തമെന്ന് പറയാൻ, അതും കൂടെ ഇനി നിനക്ക് തരാനുള്ളൂ എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോകും. ഇവിടെ ഹീറോയിൻ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് ഇത് ബോസിന്റെ അടുത്ത് പോയിട്ട് സൈൻ വാങ്ങിക്കൊണ്ടുവരണം, അവർ ബാറിലുണ്ടെന്നും പറഞ്ഞ് അവളോട് അങ്ങോട്ട് പോകാൻ പറയും. ഇവിടെ ഇവള് അവൻക്ക് മെസ്സേജ് അയക്കും, എവിടെ നീ, നിന്റെ സൈന് വേണ്ടി ഞാൻ ഈ ബാറിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പോ അവൾ എന്തിനാ അങ്ങോട്ട് പോയേ, ഞാൻ അവളോട് വരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ അവൻക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കാൻ തുടങ്ങും. വേഗം അവനും അവളെ തിരഞ്ഞ് ബാറിലോട്ട് പോകും. ആക്ച്വലി ഇത് ലിന്റെ പണിയാണ്. മറ്റുള്ളവരെ വെച്ച് ഹീറോയിന് ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുകയും നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചതിന് ശേഷം വേറൊരുത്തൻ അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോ കറക്റ്റ് ടൈം അങ്ങോട്ട് നമ്മുടെ ഹീറോ വന്ന് അവളെ രക്ഷിക്കും. അന്നേരം അവളും ബോധമില്ലാതെ അവന്റെ കൈ പിടിച്ചിട്ട് ജീഷിങ് നീ വന്നോ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും വർഷം കാത്തിരുന്നത് എന്നും പറഞ്ഞ് അവനെ കിസ് ചെയ്യും. പിറ്റേ ദിവസം അവൻ അവളുടെ ഡയറി എടുത്ത് വായിക്കുകയാണ്. അതിൽ അവള് ജീഷിങ്ങിന്റെ മുഖം എപ്പോ നോക്കിയാലും സൈലന്റ് ആണ്. അവനെ എപ്പോഴാ ചിരിക്കുക എന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാൻഡി കൊണ്ടുവന്നിട്ടുണ്ട്, ആരും അറിയാതെ ഞാൻ ജീഷിങ്ങിനും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് കൊടുത്തപ്പോഴാണ് അവന്റെ മുഖത്ത് ഞാൻ ചിരി കണ്ടത്, അവന്റെ ചിരി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നൊക്കെ അവൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് നമ്മുടെ ഹീറോ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾ വന്നിട്ട് ഡേ എന്താടാ നീ ചെയ്യുന്നതെന്നും പറഞ്ഞ് അവൾ വന്ന് ആ ഡയറി തട്ടിപ്പറിക്കും. നിന്നോടാരെ എന്റെ ഡയറി എടുക്കാൻ പറഞ്ഞ്, ഇത് നിന്റെ വീടൊക്കെ തന്നെയാണ് എന്ന് വെച്ച് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാൻ പാടില്ല, കൂടാതെ നീ ഇന്നലെ രാത്രി എന്നോട് ബാറിലേക്ക് വരാൻ പറഞ്ഞിട്ട് ആളെ വെച്ച് എനിക്ക് ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ തന്നു, നിനക്ക് എന്താടാ പ്രശ്നം, എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ആഹാ ഇപ്പൊ എല്ലാം എന്റെ തലയിലോട്ടാണല്ലേ, നോക്ക് ഫസ്റ്റ് ഞാനൊന്നുമല്ല നിന്നെ ബാറിലേക്ക് വിളിച്ചു വരുത്തിയത്, സെക്കൻഡ് ഞാനൊന്നുമല്ല നിന്നെ ഡ്രിങ്ക്സ് അടിപ്പിച്ചത്, നല്ലവനാരെ ചീത്തവനാരെ എന്നൊക്കെ നിനക്ക് കണ്ടാൽ മനസ്സിലാകുമെന്നല്ലേ നീ പറഞ്ഞത്, എന്നാൽ ഇത് നീ തന്നെ കണ്ടുപിടിക്ക്. അപ്പോ അവള് ബാറിലെ CCTV ഫുട്ടേജ് കാണിച്ചു കൊടുക്കും. അതിൽ ബാറിൽ വെച്ച് ഹീറോയിനെ വേറെ ഒരുത്തൻ കൂട്ടിക്കൊണ്ടുപോകുന്ന വിഷയമുണ്ടല്ലോ, അത് അവൾ കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഇത് ലിന്റെ കളിയാണ്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ഇതൊന്നും അറിയാതെ ഹീറോയിനോട് നമ്മുടെ
നമ്മുടെ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യാൻ നീ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പോലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അപ്പോ അവൻ നീയല്ലേ ഈ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്യാൻ നല്ലോണം ആഗ്രഹിച്ചിരുന്നത്, ഇപ്പൊ നീ ഹാപ്പിയാണെന്ന് ചോദിച്ച് അതവിടെ നിർത്തും. ശേഷം ഹീറോ അസിസ്റ്റന്റിനോട് ഇതെല്ലാം ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറയും. ഇവിടെ ആന്റി ഹീറോനോട് രാത്രി സമയം ഏതോ ഒരുത്തന്റെ റൂമിലേക്ക് പോയ അവളെയാണോ നീ നിന്റെ ഭാര്യയാക്കാൻ നോക്കുന്നേ? നോക്ക് ആന്റി, നിങ്ങൾ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനി മുതൽ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആന്റി ഇനി അവളുടെ ലൈഫിൽ ഇന്റർഫിയർ ആവരുത്. ഇവിടെ ഹീറോയിൻ നല്ലോണം മദ്യപിച്ചിട്ട് വളരെ സങ്കടത്തോടെ ജീഷിങ് നീ എവിടെയാണ്? എന്നെ ഇവിടെ എല്ലാവരും ചീത്തവളായിട്ടാണ് കാണുന്നത്. നീ എന്നാണ് തിരിച്ചു വരുന്നത്? ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അവൾ സങ്കടത്തോടെ പറയാണ്. അപ്പൊ കറക്റ്റ് ടൈം അങ്ങോട്ട് ഹീറോ വരും. അന്നേരം അവള് ബോധമില്ലാതെ ജീഷിങ് നീ വന്നോ എന്ന് പറഞ്ഞിട്ട് അവനെ ഹഗ് ചെയ്യും. അതിനുശേഷം അവന്റെ മുഖം നോക്കിയതും നീയായിരുന്നോ എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റിയതും അവൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴാൻ പോകും. കറക്റ്റ് ടൈം ഹീറോ അവളെ കൈപ്പിടിച്ച് വലിച്ച് രണ്ടുപേരും അറിയാതെ കിസ് ചെയ്യും. നിനക്ക് ബോധമില്ല, ഒരു പെണ്ണിന്റെ പെർമിഷൻ ഇല്ലാതെ അവളെ കിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ മോന്തക്കിട്ടൊന്ന് കൊടുക്കും. അന്നേരം അവള് അവന്റെ ദേഹത്തുണ്ടായിരുന്ന ഒരു മുറിവിന്റെ പാട് കാണും. അത് കണ്ട് അവളെ ഷോക്കായിട്ട് അവന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞോണ്ട്, ശരിക്കും നീ ജീഷിങ് തന്നെയാണോ? കുഞ്ഞായിരുന്നപ്പോൾ ഫിഷ് ടാങ്കിൽ വീണ് നിന്നെ രക്ഷിച്ച് മുറിവായ ഇവിടെ ഞാനാണ് നിനക്ക് മരുന്നെല്ലാം വെച്ച് തന്നത് എന്ന് പറഞ്ഞ് അവൾ ആ പാട് നോക്കും. അന്നേരം അവൻ അവളുടെ കഴുത്തിന് പിടിച്ചിട്ട് എന്ത് ജീഷിങ്ങോ, നീ എന്താടി എന്നെ മയക്കാൻ വേണ്ടി ഇല്ലാത്ത ഡയലോഗെല്ലാം പറഞ്ഞ് എന്നെ വീഴ്ത്താൻ നോക്കുകയാണോ? എന്നാൽ അവൾ അവനെ വിടുന്നില്ല. ഇല്ല, നീ കള്ളം പറയാണ്, നീ ജീഷിങ് തന്നെയാണ്. എന്തിനാ ഇങ്ങനെ മറച്ചു വെക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറയുമ്പോൾ അവൻ ഷർട്ട് ഊരിയിട്ട്, നോക്ക് എന്റെ പുറം മുഴുവൻ എന്റെ ശരീരം ഫുൾ മുറിവും അടയാളവുമാണ്. കാരണം ഞാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇനി എന്റെ പിറകെ ഞാൻ ജീഷിങ് ആണെന്ന് പറഞ്ഞ് വന്നാലുണ്ടല്ലോ എന്റെ താനി സ്വഭാവം നീ അറിയും എന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകും. എന്നിരുന്നാലും ഹീറോയിന് ഇപ്പോഴും അവന് എന്തൊക്കെയോ സംശയമുണ്ട്. തീർച്ചയായും ഇവൻ തന്നെയായിരിക്കും ജീഷിങ് എന്ന് പറഞ്ഞിട്ട് അവൾ അവൻക്ക് പീനട്ട് കോഫിയുമായിട്ട് പോകും. കാരണം ജീഷിങ്ങിന് ചെറിയ പ്രായത്തിൽ പീനട്ട് എന്ന് പറഞ്ഞാൽ അലർജി ആയിരുന്നു. ദൈവമേ, ഇവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എനിക്ക് പീനട്ട് അലർജിയാണെന്ന്? എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആകണമെന്ന് പറഞ്ഞിട്ട് അവളോട് അത് അവിടെ വെച്ചിട്ട് പുറത്തു പോകാൻ പറയും. എന്നാൽ അവള് അത് അവിടെ വെച്ച് അവൻ കുടിക്കുന്നുണ്ടോ എന്ന് പുറത്തു നിന്നും ഏന്തി നോക്കുകയാണ്. അപ്പൊ ഹീറോന് അസിസ്റ്റന്റ് അങ്ങോട്ട് വന്നതും ഹീറോ അസിസ്റ്റന്റിനോട് ഈ കോഫി എടുത്ത് നീ കുടിക്കെന്ന് പറയും. അങ്ങനെ അവൻ അതെടുത്ത് കുടിക്കും. അങ്ങനെ അവളുടെ ആ പ്ലാൻ പാളി. എങ്ങനെയും അവൻ ജീഷിങ് ആണെന്ന് തെളിയിക്കണമെന്നുള്ള വാശിയിലാണ് ഇപ്പോൾ അവൾ. നമ്മുടെ ഹീറോക്ക് ക്ലാസ്ട്രോഫോബിയ ഉണ്ട്. അതായത് അവനെ ഒരു റൂമിനുള്ളിൽ അടച്ചു വെച്ചാൽ അവൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങും. അങ്ങനെ അവൾ അവനെ ഒരു കണ്ടെയ്നറിനുള്ളിൽ അടച്ചിടും. അങ്ങനെ കുറെ കഴിഞ്ഞതിനു ശേഷം അവൾ വന്നു നോക്കുമ്പോൾ അവനാകെ ശ്വാസം മുട്ടിക്കെടുക്കുകയാണ്. അവളെ കണ്ടതും അവൻ അവളെ കെട്ടിപ്പിടിക്കും. ചെറിയ വയസ്സിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഹീറോന്റെ കൈ അവളുടെ നെക്കിൽ വെച്ചിട്ട് എന്റെ പൾസിനനുസരിച്ച് നീ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യ്, അപ്പോ തീർച്ചയായും മാറുമെന്ന് അവൾ പറഞ്ഞിരുന്നു. അതേപോലെ ഇപ്പോഴും അങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. അപ്പോ അവൾ കരഞ്ഞോണ്ട്, എനിക്കറിയാം നീ തന്നെയാണ് ജീഷിങ് എന്ന്. അവനും അവസാനം സത്യം പറയാൻ നിൽക്കവേ കറക്റ്റ് ടൈം അങ്ങോട്ട് ആരോ വന്നിട്ട് ആരെ ഈ കണ്ടെയ്നർ തുറന്നു വെച്ചെന്നും പറഞ്ഞ് സീൻ മാറും. ശേഷം അവൻ അവളോട് ഇങ്ങോട്ട് നോക്കി, ഇനി മേലാൽ ഇങ്ങനെ പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്. നെക്സ്റ്റ് ടൈം ഞാൻ എന്നെ വെറുതെ വിടില്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് പറയവേ, ഇത് നോക്ക് ജീഷിങ്, ഇത് എന്റെ ചൈൽഡ്ഹുഡിലെ ഡയറിയാണ്. നമ്മുടെ മെമ്മറീസ് എല്ലാം ഇതിലുണ്ട്. ഇത് കണ്ടാലെങ്കിലും നിനക്ക് ഓർമ്മ വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്നവൾ പറയുമ്പോൾ ദേഷ്യത്തോടെ അവൻ ആ ഡയറി താഴേക്ക് വലിച്ചെറിയും. ഇങ്ങോട്ട് നോക്കി, എന്റെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യല്ലേ. ഇങ്ങനത്തെ ഡയറിയൊക്കെ എന്റെ ചെറിയ വയസ്സിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോ അവള് ശരിക്കും നീ ജീഷിങ് തന്നെയാണോ? എന്റെ ജീഷിങ് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. ആഹാ, അതല്ല ഞാൻ ആദ്യമേ പറഞ്ഞേ, ഞാൻ നിന്റെ ജീഷിങ് അല്ല. അങ്ങനെ ഇവിടെ ഹീറോയിൻ ലിന്നിനെ കോൾ ചെയ്തിട്ട് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഹീറോന്റെ വീട്ടിൽ എനിക്കൊരു കാര്യം ചെക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നീ അവനെ വിളിക്കണം. ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ ക്ഷമ ചോദിക്കുന്നു എന്നും പറയും. അവൾ പറഞ്ഞതുപോലെ ലിന്നിന്റെ അടുത്തേക്ക് ഹീറോ വരും. അപ്പൊ ഹീറോ അവനോട് നീ എന്നെ വെറുതെ ഒന്നും വിളിക്കില്ല, എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടാകും, എന്തിനാ എന്നോട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ലിൻ ചിരിച്ചിട്ട്, നോക്ക് നിനക്ക് മുന്നേ എനിക്ക് അവളെ നന്നായിട്ട് അറിയാം. നീ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കല്യാണം എന്ന് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. ഇപ്പൊ നീ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തില്ലേ, സോ ഇനി അവളുടെ ലൈഫിൽ നീ ഇന്റർഫിയർ ആവരുത്. അവൾ എന്റെ പെണ്ണാണെന്ന് ലിൻ പറയുമ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല. അവൾക്ക് ആരെ വേണമെന്ന് ചൂസ് ചെയ്യേണ്ടത് അവളാണ് എന്നൊക്കെ പറഞ്ഞ് അവനോട് തർക്കിച്ച് അവിടുന്ന് പോരും. ഇവിടെ ഹീറോയിൻ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടിയാണ് ലിന്നിന്റെ അടുത്തേക്ക് ഹീറോയിനെ പറഞ്ഞയച്ചത്. എന്നാൽ ഹീറോയിൻ ഇവിടെ എത്ര സെർച്ച് ചെയ്തിട്ടും അവൾക്കൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അങ്ങനെ അവളെ ഹീറോന്റെ റൂം തുറക്കാൻ നിൽക്കവേ കറക്റ്റ് ടൈം ഹീറോ വരും. എന്നിട്ട് അവളെ പിടിച്ചു വെച്ചിട്ട്, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് എന്നൊക്കെ പറഞ്ഞ് അവളോട് ചൂടാകും. വീണ്ടും അവൾ ഫീലിംഗോടെ, നീ ജീഷിങ് ആണെന്ന് എനിക്കറിയാം. നീ ചെറുതായെന്ന് മിസ് ഗൌവും ലിന്നും നിന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിരുന്നു. പക്ഷെ ഞാനും എന്റെ അച്ഛനും നിന്നെ വല്ലതും ചെയ്തിരുന്നു. നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അപ്പൊ അവൻ ദേഷ്യത്തോടെ, നിനക്കെന്താ ആ റൂം പോയി നോക്കണം, അത്രയല്ലേ ഉള്ളൂ, വായെന്നും പറഞ്ഞ് അവളുടെ കൈയും വലിച്ചോണ്ട് പോകും. അപ്പോൾ കരഞ്ഞുകൊണ്ട്, എന്റെ ജീഷിങ് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല. നീ ജീഷിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് മരിച്ചുപോയെന്ന് ഞാൻ കരുതിക്കോളാം. ഇനി അവനില്ലാതെ ഈ ലോകത്ത് ഞാനെന്തിനാ ഇനി ഈ വീട്ടിൽ നിൽക്കുന്നേ എന്നും പറഞ്ഞ് അവൾ ആ വീട് വിട്ടു പോകും. അവനും ആകെ നിസ്സഹായനായ അവസ്ഥയിലാണ്. അവൻ മനസ്സിൽ, നോക്കു സു, എന്റെ ജീവിതം വളരെ കഷ്ടപ്പെട്ടതാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നിന്നെ മീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്.
മാറ്റിയത്. എന്റെ കൂടെ ഇരുന്നാൽ നീയും കഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ് അവനും ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഹീറോയിൻ ലിനിന്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. എന്റെ 10% ഷെയർസ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഇനി ഒരിക്കലും ഹീറോ ചെയർമാൻ ആകാൻ പാടില്ല. നിങ്ങൾ ചെയർമാൻ ആകണമെന്ന് പറഞ്ഞ് ഹീറോയിൻ മിസ് ഗൌവിനോട് പറയും. നമ്മുടെ ഹീറോ ഗ്രീൻ വില്ല എന്നൊരു പ്രൊജക്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കൈക്കലാക്കാൻ വേണ്ടി ഹീറോന്റെ മാനേജറിനെ ലിൻ ഒരു പാർട്ടിക്ക് വിളിച്ചിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ഹീറോയിന് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കണം. ഇതുപോലെയുള്ള ഭംഗിയുള്ള പെണ്ണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രൊജക്ട് മാത്രമല്ല എത്രയോ പ്രൊജക്ട് നിങ്ങളുടെ കയ്യിൽ വന്നു വീഴുമെന്ന് ആ മാനേജർ പറയും. അങ്ങനെ ലിൻ ഹീറോയിൻക്ക് ഡ്രിങ്ക് കൊടുത്തതും കറക്റ്റ് ടൈം അങ്ങോട്ട് ഹീറോ വന്ന് അത് പിടിച്ചു വാങ്ങി കുടിക്കും. എന്റെ ഫിയാൻസ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കില്ല, അവൾക്ക് പകരം ഞാൻ കുടിച്ചോളാം എന്നവൻ പറയുമ്പോൾ ലിൻ ദേഷ്യത്തോടെ എന്ത് ഫിയാൻസിയോ, അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻഗേജ്മെന്റ് ബ്രേക്ക് ആയി എന്നല്ല കേട്ടത്. എന്നാൽ ഇതൊന്നും ഹീറോ മെയിൻഡാക്കാതെ അവളെ എന്റേതാണെന്ന് പറഞ്ഞിട്ട് അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോകും. എന്നിട്ട് അവളോട് ദേഷ്യത്തോടെ നിനക്കെന്താ ഭ്രാന്താണോ, അവിടെ എത്ര പേരുണ്ട്, അവരുടെ കൂടെ നീ ഒറ്റയ്ക്ക് ഒരു പെണ്ണിരുന്ന് കുടിക്കുകയാണ്. ലിനൊന്നും നീ വിചാരിക്കുന്ന പോലെ അത്ര നല്ലവനല്ല. അവൻ പണത്തെ സ്നേഹിക്കുന്നവനാണ്. നിന്റെ പ്രോഫിറ്റ് അവന്റെ കൈകളിലാകാൻ വേണ്ടിയാണ് അവൻ നിന്നെ കൂട്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നീ അവനെ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് ഹീറോ പറയുമ്പോൾ നോക്ക്, എല്ലാവരും നിന്നെ പോലെ മോശമാകണമെന്നില്ല. അതും ഞാൻ ഈ പാർട്ടി ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അറ്റൻഡ് ചെയ്തത്. അപ്പോ ഹീറോ നീ മിസ്ഗൌന്റെ കൂടെ ചേർന്നാൽ എനിക്ക് എതിരെയാകും, അത് നിനക്കറിയില്ലേ. അപ്പോ അവള് നമ്മൾ രണ്ടാളും തുടക്കത്തിലെ ശത്രുക്കളായിരുന്നില്ലേ എന്നവൾ സങ്കടത്തോടെ പറയുമ്പോൾ ഇത് കേട്ട് ഹീറോക്കും ഫീലാകും. ഇതും ആലോചിച്ച് അവൻ ഒരുപാട് ഡ്രിങ്ക്സ് അടിക്കും. പാവം സു, അവളെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നീ ഇല്ലാതെ എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റില്ല സു, നിന്നെ ഒരു നിമിഷം പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ഒരുമാതിരി നരകവേദന പോലെയുണ്ടെന്ന് പറഞ്ഞ് അവൻ ഫീൽ ചെയ്യും. നെക്സ്റ്റ് ഡേ ഹീറോ അവന്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഹീറോ ഇവിടെ നല്ല ഉറക്കത്തിലാണ്. അങ്ങോട്ട് ഹീറോയിൻ വന്നിട്ട് അവൻ ഉറങ്ങുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു സിഇഒ ആണോ, സിഇഒ ഇങ്ങനെ ഉറങ്ങിയാൽ ഒരു കമ്പനി എങ്ങനെയാ മുന്നോട്ട് പോവുക, ഡേ എണീക്കെന്ന് പറഞ്ഞ് അവൾ അവനെ ഉണർത്തും. ആക്ച്വലി ആ ഗ്രീൻ വില്ല പ്രൊജക്ട് അവന്റെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട്. ആ മാനേജർ ഇവരെ എല്ലാവരെയും പറ്റിച്ചിട്ട് ആ പ്രൊജക്ടിന്റെ ക്യാഷ് എല്ലാം എടുത്ത് ഓടിപ്പോയിരിക്കുകയാണ്. ഇതെല്ലാം കമ്പനിക്ക് ഭയങ്കര നഷ്ടമായിട്ടുണ്ട്. ഇപ്പോ ഹീറോയിനോട് ആ പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഫയൽസും ഹീറോയിന് കൊടുക്കാൻ ഹീറോയിനോട് പറയും. ഇതെല്ലാം എങ്ങനെയാ സംഭവിച്ചേ, ഹീറോ ഇങ്ങനത്തെ കാര്യത്തിലെല്ലാം നല്ല കെയർഫുൾ ആണല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ഹീറോ ഈ പ്രൊജക്ടിന് വേണ്ടി രാത്രിയും പകലും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കമ്പനി ഇങ്ങനെയാവാൻ കാരണം നിങ്ങളാണ്. നിങ്ങളന്ന് ആ പാർട്ടിയിൽ മദ്യപിച്ചില്ലേ, അതാണ് ഇതിനെല്ലാം കാരണം. അങ്ങനെ എല്ലാ കാര്യവും അസിസ്റ്റന്റ് അവളോട് പറയും. ഇവിടെ മിസ് ഗൌ ഇനി ഒരു പ്രൊജക്ടിന് കൂടെ എനിക്ക് ലഭിച്ചാൽ പിന്നെ ഞാനായിരിക്കും ചെയർമാൻ. ആ മാനേജറിനോടും ഇവിടുന്ന് പോകാൻ പറയണം. അവൻ നമ്മോടൊപ്പം ഉണ്ടായാൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാ കളത്തിലും പൊളിയുമെന്ന് അവൾ പറയും. അതിനുശേഷം പിന്നെ ഹീറോയിന്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ടാകില്ല. എനിക്ക് ഹവാൽ ഗ്രൂപ്പിന്റെ ചെയർമാനെ അറിയാം, അവർ വലിയൊരു കോടീശ്വരനാണ്. അവർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നാൽ തീർച്ചയായും അത് നമുക്ക് നല്ലതായിരിക്കും. അയാൾക്ക് ലിസ എന്നൊരു മകളുണ്ട്, അവളും നീയും തമ്മിൽ കല്യാണം കഴിച്ചാൽ അത് നമുക്ക് നല്ലതായി തീരും എന്ന് മിസ് ഗൌ മകനോട് പറയാണ്. എന്നാൽ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഹീറോയിൻ ഇവിടെ നിന്ന് കേൾക്കും. അവൾ ഈ കാര്യങ്ങളെല്ലാം ഹീറോയിനോട് സംസാരിക്കണോ അത് വേണ്ടോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ അന്നേരം അവിടെ ഹീറോ ഒരു പെണ്ണിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹവാൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഉണ്ടല്ലോ, അയാളുടെ മകളായ ലിസയാണത്. ഹീറോയും ഇവളും ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിരുന്നത്. അന്ന് അവൾക്ക് ഹീറോന്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുടെ അച്ഛനോട് പറഞ്ഞ് അവൾ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ലിസ ഹീറോയിനെ കണ്ടതും ഇവളുമായാണ് നീ എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തത്, ഇവളും നീയും സെറ്റ് ആകൂല എന്ന് പറഞ്ഞ് ലിസ ഹീറോയിനെ കളിയാക്കും. ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കര പൊസസീവ് ആവും. അതുകൊണ്ട് അവൾ പറയാൻ വന്ന കാര്യം പറയാതെ അവിടുന്ന് ദേഷ്യത്തോടെ പോകും. ഇവിടെ ലിസ അവനോട് ക്ലോസ് ആയിട്ട് ഞാൻ നിനക്ക് എന്ത് ഹെൽപ്പ് വേണേലും ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്താലോ, നിനക്ക് സമ്മതമാണെങ്കിൽ പിന്നെ എന്റെ അച്ഛൻ നിന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നാൽ അവൻ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു പോർട്ടിക്ക് പോകും. അവിടെ ഹീറോയിനും അവനെ വാച്ച് ചെയ്യുന്നുണ്ടാകും. പെട്ടെന്ന് ഹീറോയിനെ കാണാതാവുകയും ആരും അവളെ പോർട്ടിൽ കെട്ടിയിടുകയും ചെയ്യും. അവൾ ഒരുപാട് കരഞ്ഞു വിളിച്ചെങ്കിലും ആരും ഹെൽപ്പിന് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ശബ്ദം കേൾക്കുകയും അത് അവളുടെ ശബ്ദമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അങ്ങോട്ട് ഓടിപ്പോയിട്ട് അവളെ പേര് വിളിച്ച് എണീപ്പിക്കും. പക്ഷെ അവൾ ബോധം പോയി നല്ല മയക്കത്തിലായിരിക്കും. അവൻ എത്ര വിളിച്ചിട്ടും അവളെ എണീക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ സോ ഇതാ നിന്റെ ജീഷിങ് വന്നിരിക്കുന്നു, എണീക്ക്, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് എപ്പോഴും സത്യങ്ങളെല്ലാം പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഒരുപാട് വിളിക്കും. ശേഷം അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഇവള് കണ്ണു തുറന്ന ഉടനെ തന്നെ നീയാണ് ജീഷിങ് എന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് പറയും. ഹീറോയുടെ കമ്പനി ഇപ്പോൾ ഭയങ്കര ലോസിലാണ്. ഈ ചാൻസ് ഉപയോഗിച്ച് മിസ് ഗൌ ചെയർമാനാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ലിസ വന്നിട്ട് ആകെ പതറി നീ ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെ കേട്ട് നിനക്ക് എന്താ പറ്റിയേ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ലിസ, ഒരു ചെറിയ മുറിവുണ്ടായിരുന്നു, അത് മാറിയെന്ന് അവൻ പറയും. നിന്റെ കമ്പനി ഇപ്പോ ഭയങ്കര ലോസിലല്ലേ, ഇത് നീ വെച്ചോ, നിനക്ക് പണം ആവശ്യം വരുമെന്ന് പറഞ്ഞ് അവൾ അവളുടെ ക്രെഡിറ്റ് കാർഡ് അവനക്ക് കൊടുക്കും. എന്നാൽ അവൻ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അത് ഞാൻ തന്നെ സ്വയം കൈകാര്യം ചെയ്തോളാം എന്ന് പറയും. അപ്പോ ലിസ ഹീറോയിനെ കണ്ടതും ഇതിനെല്ലാം കാരണം നീയാണെന്നും പറഞ്ഞ് അവളെ ചീത്ത പറയും. ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവനോട് പറഞ്ഞതാണ്, എന്നാൽ നിനക്ക് വേണ്ടിയാണ് അവൻ അത് സ്വീകരിക്കാത്തത്. നിന്റെ അച്ഛൻ ഹീറോന്റെ അമ്മയെ അവന്റെ കൺമുന്നിൽ വെച്ചാൽ കൊല്ലുകയും അമ്മയെ ഭ്രാന്തിയാക്കി അവർക്ക് കിട്ടേണ്ട സ്വത്തെല്ലാം അടിച്ചുമാറ്റി അവൻ എങ്ങനെയൊക്കെ ആക്കിയത് നിന്റെ അച്ഛനാണ്. ഇപ്പോ നീ നിന്റെ 10% ഷെയർസ് അവർക്ക് കൊടുത്തിട്ട് അവന്റെ കമ്പനിയെ നഷ്ടത്തിലുമാക്കി. നീ അവന്റെ കൂടെ
ഉണ്ടായാൽ അവനൊരിക്കലും ഹാപ്പി ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോകും. ഇവിടെ ഹീറോയിന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞോണ്ട് അവൻ എന്റെ കൂടെ ഉണ്ടായാൽ സന്തോഷത്തോടെ ഇരിക്കില്ല എന്നും പറഞ്ഞ് അവനക്കൊരു ലെറ്റർ എഴുതി വെക്കും. അതില് നോക്ക്, നീ വിചാരിക്കും പോലെ ഞാൻ നിന്നെ ഒരിക്കലും ലവ് ചെയ്യുന്നില്ല. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം നീയാണ്. അതുകൂടാതെ എന്റെ വീട് എന്റെ അടുത്ത് നിന്നും തട്ടിയെടുത്തിട്ട് എന്നെ ഒരു വീട്ടുവേലക്കാരിയാക്കി. അതുകൊണ്ട് ഒരു റിവെഞ്ചിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ചത്. എന്നാൽ ഈസിയായി നീയും എന്നെ വലയിൽ വീണു. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ എഴുതി ആ ലെറ്റർ അവിടെ വെച്ചിട്ട് പോകും. ഇതെല്ലാം കണ്ട് ഹീറോ ആകെ ഷോക്കാകും. അപ്പൊ അവള് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. ശേഷം ഹീറോയിൻ ലിനിന്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് ഞാൻ തന്ന 10% ഷെയർ എനിക്ക് തിരിച്ചു വേണം, അത് എന്റേതാണെന്ന് പറയും. അപ്പോ ലിൻ അവളെ കളിയാക്കിക്കൊണ്ട് ഇതെന്താ ചോദിക്കുമ്പോഴത്തേനും തിരിച്ചു തരാൻ 10-100 കടം തിരിച്ചു ചോദിക്കുന്ന പോലെ ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും തിരിച്ചു തരാൻ പറ്റില്ല. പക്ഷെ നീ കെഞ്ചി ചോദിക്കണേൽ ഞാൻ നിനക്കൊരു ചാൻസ് തരാം. ഇവിടെയുള്ള എല്ലാ ആൽക്കഹോളും നീ ഡ്രിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവന് എല്ലാ ഗ്ലാസ്സിലും ഡ്രിങ്ക്സ് ഒഴിക്കും. നമ്മുടെ ഹീറോയിന് വേറെ വഴിയൊന്നും ഇല്ലാത്തതിനാൽ അവൾ കഷ്ടപ്പെട്ട് എല്ലാ ഡ്രിങ്ക്സും കുടിക്കും. ശേഷം ബോധമില്ലാതെ അവൾ അവിടെ മയങ്ങി വീഴും. അപ്പോ ആ ചാൻസിൽ ലിൻ ഇത്രയും വർഷം ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചതുപോലെ നിന്നെ എനിക്ക് കിട്ടി. നിന്നെ ഞാൻ ചുമ്മാ വിടില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യാൻ നിൽക്കവേ കറക്റ്റ് ടൈം അങ്ങോട്ട് ഹീറോ വന്ന് അവളെ രക്ഷിക്കും. എന്നിട്ട് അവനക്ക് നേരെ ബോട്ടിൽ നീട്ടിയിട്ട് നോക്കി, ഇവളെന്റെ പെണ്ണാണ്, ഇനി എങ്ങാനും ഇവളുടെ മേലെ നിന്റെ കൈ പൊങ്ങിയാലുണ്ടല്ലോ നിന്നെ ഞാൻ ചുമ്മാ വിടില്ല എന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കും. ഇവിടെ ഇവൾ ഭയങ്കര സങ്കടത്തോടെ നിന്റെ അമ്മ മരിക്കാൻ കാരണം എന്റെ അച്ഛനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ അതെല്ലാം മറന്ന് നീ എന്നെ രക്ഷിക്കാൻ വന്നില്ലേ, എന്നോട് ക്ഷമിക്കടാ. എന്നാൽ ഇതെല്ലാം കേട്ട് ഹീറോ കഴിഞ്ഞത് കഴിഞ്ഞു, അത് വിട്ടുകള, അതിനെപ്പറ്റി ഇനി സംസാരിക്കണ്ട. ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോകില്ലെന്ന് അവൻ പറയും. അതിനുശേഷം രണ്ടുപേരും ഒന്നായി 1 നൈറ്റ് സ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് ഡേ അവളാണ് ആദ്യം എണീക്കുന്നത്. അവൾ എണീറ്റിട്ട് ഹീറോയെ എന്തൊക്കെയോ പറഞ്ഞ് ടച്ച് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് ഹീറോ എണീറ്റതും അവൾ വേഗം കാഷ്വൽ ആയിട്ട് ഹഗ് ചെയ്യും. എന്താടാ ഇത്, നിന്റെ ശരീരം മൊത്തം പൊള്ളുന്നേ, നല്ല ചൂടുണ്ടല്ലോ, ഇന്നലെ നൈറ്റ് ഫുൾ വെള്ളത്തിലായിരുന്നില്ലേ, അപ്പൊ ജലദോഷം പിടിച്ചോ നിനക്ക്? ഹേ അങ്ങനെയൊന്നുമല്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യും. നിന്റെ ലിപ്പ് വരാൻ നല്ല ചൂടാണ്, ഒന്ന് റെസ്റ്റ് എടുത്തൂടെ എന്ന് പറഞ്ഞ് അവൾ കളിയാക്കി പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും ഓഫീസിലേക്ക് വരികയാണ്. എന്നാൽ ഓഫീസ് എത്തുന്നതിന് മുമ്പേ അവൾ ഇറങ്ങും. എന്തെന്നാൽ ഓഫീസിൽ അവർ രണ്ടാളും ലവേഴ്സ് അല്ല, അവൻ അവളുടെ ബോസും അവൾ അസിസ്റ്റന്റുമാണ്. വർക്കിന് വന്നാൽ നമുക്ക് ജോലിയാണ് മുഖ്യമെന്ന് പറഞ്ഞ് അവൾ പോകും. ഇവിടെ ലിൻ ഹീറോയിന് കോൾ ചെയ്തിട്ട് എന്നോട് ക്ഷമിക്ക് നീ, അതെല്ലാം ഞാൻ അറിയാതെ ചെയ്തതാണ്, നിന്റെ ഷെയർസ് ഞാൻ നിനക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് അവളോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറയും. എന്നാൽ ലിന്റെ ആളുകൾ അവളെ അവിടെ വെച്ച് കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഹീറോക്ക് കോൾ ചെയ്തിട്ട് നിന്റെ ലവർ ഞങ്ങളുടെ കൂടെയുണ്ട്, അവളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ നിന്റെ എല്ലാ ഷെയർസും നീ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് എല്ലാതും വാങ്ങിക്കും. അതേസമയം ഹീറോയിൻ ആ ആളുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ നിൽക്കവേ കാലുമറിഞ്ഞ് അറിയാതെ വെള്ളത്തിലേക്ക് വീഴും. ഉടനെ അങ്ങോട്ട് ഹീറോ വന്ന് അവളെ രക്ഷിക്കും. മരിക്കാൻ നേരവും നീ എന്നെ വന്ന് രക്ഷിക്കുമോ എന്ന് അവൾ ഭയങ്കര സ്നേഹത്തോടെ അവനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എന്തിനാണ് നീ നിന്റെ ഷെയർസ് എല്ലാം അവർക്ക് എഴുതി കൊടുത്തേ എന്നവൾ ചോദിക്കുമ്പോഴേ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്, ഇതിനു മുന്നേ ഞാൻ എല്ലാവരെയും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ, എന്നാൽ എന്നെ കണ്ടതിനു ശേഷമാണ് സ്നേഹമാണ് വലുതെന്ന് മനസ്സിലാക്കിയത്, നിന്റെ സ്നേഹം എന്നെ ആളാകെ മാറ്റിക്കളഞ്ഞെന്ന് അവൻ അവളുടെ കൈ പിടിച്ചിട്ട് പറയും. ഇപ്പോൾ ലിനിന്റെ അടുത്താണ് കൂടുതൽ ഷെയർസ് ഉള്ളത്, സോ ഞാനാണ് ചെയർമാൻ ആകാൻ പോകുന്നത്, ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോന്ന് അവൻ ചോദിക്കും. അപ്പൊ ആരും തന്നെ ഒന്നും പറയില്ല. ഉടനെ അങ്ങോട്ട് ഹീറോ പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവൻ കമ്പനിയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്ത കാര്യവും എല്ലാം പറയും. ശേഷം പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എനിക്ക് ആകെയുള്ളത് എന്റെ മകനായിരുന്നു, അവനെ നിങ്ങൾ ജയിലിലേക്ക് അയച്ചില്ലേ, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, പ്രതികാരം ചെയ്ത് അടങ്ങുമെന്ന് മിസ്ഗോ വളരെ ദേഷ്യത്തോടെ പറയും. അതേസമയം ലിൻ ആന്റിയുടെ കയ്യിൽ നിന്നും ഒരുപാട് കടം വാങ്ങിയിരുന്നു, അതും ചോദിച്ചുകൊണ്ട് നിന്റെ മകന് വാങ്ങിയതെല്ലാം നീ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ആന്റി മിസ്ഗോവിന്റെ അടുത്തോട്ട് പോകും. എന്ത്, എന്റെ വീട്ടിലെ വേലക്കാരിയായിരുന്ന നീ എന്നോട് വന്ന് കാശ് തിരിച്ചു ചോദിക്കുന്നുവോ, എന്ത് ധൈര്യമാ നിനക്കൊക്കെ? ആക്ച്വലി ആന്റി ഹീറോന്റെ അച്ഛന്റെ വീട്ടിലായിരുന്നു വേലക്കാരിയായിരുന്നത്. ശേഷം മിസ്ഗോ അന്ന് നടന്ന സത്യങ്ങളെല്ലാം പറയാൻ തുടങ്ങും. ഹീറോന്റെ അച്ഛൻ അത്ര മോശം മനുഷ്യനൊന്നും ആയിരുന്നില്ല, മിസ്ഗോ ആണ് അവന്റെ അമ്മയെ താഴേക്ക് തള്ളിയിട്ട് കൊന്നത്. ഹീറോ ഓടി വന്നപ്പോൾ അച്ഛനാകെ ഷോക്കായി നിൽക്കുന്ന രംഗമാണ് അവൻ കണ്ടത്. അങ്ങനെ ഹീറോ അച്ഛനെ തെറ്റിദ്ധരിച്ചതാണ്. അന്ന് അച്ഛൻ മിസ്ഗോവിനോട് ഒരുപാട് ദേഷ്യപ്പെട്ടിരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ നിന്റെ മകള് ജീവനോടെ ഇരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് മിസ്ഗോ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു. അതുകൂടാതെ അവനെയും അന്ന് കൊല്ലാൻ നോക്കിയപ്പോൾ അച്ഛൻ വളരെ ദേഷ്യത്തോടെ അമ്മയെ കൊന്നതും പോരാഞ്ഞിട്ട് ആ കുഞ്ഞു പയ്യനെയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് പറഞ്ഞ് മിസ്ഗോവിനോട് കരഞ്ഞപേക്ഷിച്ച് അന്ന് അവനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് അച്ഛനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളെ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതിനാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അന്ന് വെള്ളത്തിൽ വീണ ഹീറോനെ ഈ ആന്റിയാണ് സ്വന്തം മകനെ പോലെ വളർത്തിയത്. കൂടാതെ അവന്റെ അമ്മയെ ഉപദ്രവിച്ചവരെയെല്ലാം അവനക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരോടൊക്കെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞാണ് അവനെ വളർത്തിയത്. ഹീറോന്റെ അച്ഛൻ നല്ലവനാണെന്ന് ആന്റി അറിഞ്ഞതും ആന്റിക്ക് വളരെ സങ്കടമാകും. ഇതെല്ലാം അറിഞ്ഞ ഹീറോയും അവളോട് സോറി പറയും. നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൂടാതെ നിന്റെ അച്ഛൻ എനിക്ക് സപ്പോർട്ടായിട്ടാണ് എല്ലാം ചെയ്തിരുന്നത്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ എന്റെ അച്ഛന് നീയും
നീയും ഞാനും ഒന്നാവുന്നതാണ് ഇഷ്ടം, അതും നടന്നു. ഇനി മുതൽ നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിരിക്കണം, അതാണ് പ്രധാനമെന്ന് അവള് പറയും. ശേഷം അവൾ ഹീറോക്ക് ഇഷ്ടമുള്ള പോർക്ക് സൂപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് അത് അവന് കൊടുത്തിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. അന്നേരം അങ്ങോട്ട് ആന്റി വന്നിട്ട് അവളോട് എന്നോട് ക്ഷമിക്കുമോളെ, നീ എന്നോടും അവനോടും എത്ര സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്, എന്നാൽ ഞാനോ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നൊക്കെ ആന്റി സങ്കടത്തോടെ പറയുമ്പോൾ അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നോക്ക് ആന്റി, നിങ്ങൾ എനിക്ക് അമ്മയെ പോലെയാണ്. എന്നിട്ട് ആന്റിക്കും സൂപ്പ് കൊടുത്തിട്ട് ശരി ഇത് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ആന്റി. അങ്ങനെ ആന്റി അത് കുടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ടുണ്ട് എന്റെ മരുമകൾ ഉണ്ടാക്കിയതെന്ന് സന്തോഷത്തോടെ പറയും. ഇത് കേട്ട് അവർ 3 പേരും ചിരിക്കും. ഇപ്പോ ഇവരുടെ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊട്ടും സഹിക്കാനാവാതെ മിസ്കോ അവരുടെ ആളുകളെ വെച്ച് ഹീറോനെ കൊല്ലാൻ ശ്രമിക്കും. ഹീറോന്റെ നെഞ്ചിൽ കുത്തുകിട്ടും. പാവം അവനിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഹീറോ കണ്ണു തുറന്നതും നമ്മുടെ ഹീറോയിൻ ആകെ കരഞ്ഞുകൊണ്ട് നീ എന്നെ വിട്ടുപോകുമെന്ന് കരുതി ഞാനാകെ പേടിച്ചു പോയിടാ. ഇതെല്ലാം മനസ്സിലാക്കിയ ആന്റി ഇത് ചെയ്തത് മിസ്കോ ആണെന്ന് കണ്ടുപിടിക്കുകയും അവർ അന്ന് പറഞ്ഞ സത്യങ്ങളെല്ലാം ആന്റി ഒരു റെക്കോർഡർ വെച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആന്റി ആ റെക്കോർഡറുമായി മിസ്കോന്റെ അടുത്ത് ചെന്നിട്ട് നീ ഹീറോന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഷെയർസ് എല്ലാം തിരികെ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വെച്ച് ഞാൻ നിന്നെ അകത്തിടുന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്നാൽ മിസ്കോ ആള് വലിയ കുഴപ്പക്കാരിയായിരുന്നു. അവൾ ആളുകളെ വെച്ച് ആന്റിയെ സ്പോട്ടിൽ തന്നെ തട്ടിക്കളഞ്ഞു. ഇതറിഞ്ഞ ഹീറോ എന്നെ കുഞ്ഞുനാളിലെ അമ്മയെ പോലെ വളർത്തിയത് എന്റെ ആന്റിയാണ്, അവരില്ലാതെ ഞാൻ എങ്ങനെ ഇനി ജീവിക്കാന്ന് പറഞ്ഞ് അവൻ സഹിക്കാൻ പറ്റാത്ത കരയാണ്. അപ്പോ ഹീറോയിൻ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നിനക്ക് ഞാനില്ലേ, നിന്റെ കമ്പനി ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഹീറോ ഹോസ്പിറ്റലിലല്ലേ, അപ്പോൾ കമ്പനിയിലേക്ക് മിസ്കോ ആണ് വന്നിട്ടുള്ളത്. മിസ്കോ അവിടെയുള്ള എല്ലാവരോടും ഹീറോ ഇപ്പോൾ ഹോസ്പിറ്റലിലായതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ ചെയർമാൻ എന്ന് പറയും. എന്നാൽ കറക്റ്റ് ടൈം ഹീറോയിൻ വന്നിട്ട് അവർക്ക് പകരം ഞാനാണ് വന്നിട്ടുള്ളത്, ഞാനാണ് അവർക്ക് പകരം ചെയർമാൻ ആകാൻ പോകുന്നത്, അവരാണ് എന്നോട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞത്. ശേഷം അവള് മിസ്കോവിനെ നോക്കിയിട്ട് എന്തേ നിങ്ങളൊക്കെ ഭയന്നു പോയെന്ന് ചോദിക്കും. എന്നാൽ മിസ്കോ ആന്റിയെ കൊന്ന ആളുകളെ വെച്ച് തന്നെ ഇവളെയും കൊല്ലാൻ പ്ലാൻ ഇടും. അപ്പോ കറക്റ്റ് ടൈം അസിസ്റ്റന്റ് വന്ന് അവളെ രക്ഷിക്കും. അങ്ങനെ ഈ നടന്ന കാര്യങ്ങളെല്ലാം അസിസ്റ്റന്റ് ഹീറോനോട് പറഞ്ഞതും ആ ആളുകളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു, അവർ ആരായിരുന്നു എന്നൊക്കെ ചോദിക്കും. അവർ ക്യാപ്പെല്ലാം ധരിച്ചിരുന്നു, അവരുടെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും അവനാകെ ഷോക്കായിട്ട് എന്നെ കൊല്ലാൻ നോക്കിയവനും അതേപോലെ തന്നെ ആയിരുന്നു. അപ്പോ ഇതെല്ലാം മിസ്കോവിന്റെ പണിയായിരുന്നു എന്ന് അവനക്ക് മനസ്സിലാകും. ശേഷം എനിക്കും വേണ്ടിയാണ് ഹീറോയിനെയും കൊല്ലാൻ നോക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവൻ അവളെ വിട്ടുമാറി നിൽക്കാൻ പ്ലാൻ ചെയ്യും. എന്നിട്ട് അവൻ ലിസക്ക് വിളിച്ചിട്ട് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ഹീറോയിൻ വരുമ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നത് അവൾ കാണും. ഈ ഒരു കാഴ്ച അവൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ലിസ ഹീറോയിനോട് ഹീറോക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് അവനെ അബ്രോഡ് കൊണ്ടുപോയിട്ട് ചികിത്സിക്കണം എന്ന് പറയും. അവനെ ആകെ ഉണ്ടായിരുന്നത് ആന്റി ആയിരുന്നു. ഇനി മുതൽ എന്നും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് ക്ലോസ് ആയിട്ടിരിക്കും. അപ്പൊ ഹീറോയിൻ അവനോട് എന്ത് പറ്റി ജീഷിക്കും നിനക്ക്, നീ എന്നെ വിട്ടുപോകുവാണോ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരും എന്നവൾ പറയുമ്പോൾ നിനക്കത് ഭ്രാന്താണോ, നിന്റെ ഒപ്പം ഞാനും കൂടെ ഉണ്ടായാൽ അത് എനിക്കൊരു പ്രശ്നമാണ്, നീ എന്നെ വിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയും. ശേഷം അവൻ മനസ്സിൽ ഭയങ്കര സങ്കടത്തോടെ എന്നോട് ക്ഷമിക്കൂ, ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, നീ എന്റെ കൂടെയില്ലെങ്കിലും കുഴപ്പമില്ല, നീ ജീവനോടെ ഉണ്ടായാൽ മതി, അതാണ് എന്റെ വലിയ സന്തോഷം എന്ന് അവൻ പറയും. അതേസമയം മിസ്കോ അവരുടെ ആളെ വെച്ച് ഇവരെ കൊല്ലാൻ നോക്കിയില്ലേ, ആ ആളെ ഇവൻ കൈയോടെ പൊക്കും. ആക്ച്വലി ഇയാളുടെ മകൾക്ക് തീരെ സുഖമില്ല, അവളുടെ ഓപ്പറേഷനുള്ള കാശിന് വേണ്ടിയാണ് ഇയാൾ മിസ്കോവിന്റെ അടുത്ത് ചെന്ന് അതിനൊക്കെ സമ്മതിച്ചത്. ഇതൊക്കെ അറിഞ്ഞ ഹീറോ നിന്റെ മകളുടെ എല്ലാ ഹോസ്പിറ്റൽ ബിൽസും ഞാൻ നോക്കിക്കോളാം, മിസ്കോവിന്റെ എല്ലാ സത്യങ്ങളും നീ എന്നോട് പറയണം എന്ന് പറയും. ഇവിടെ ഹീറോയിൻ ഓഫീസിലിരിക്കുമ്പോൾ അങ്ങോട്ട് അസിസ്റ്റന്റ് വരും. അപ്പൊ അവനോട് അല്ല നീ എന്താ ഇവിടെ, ഇപ്പോ നീ ഹീറോ എയർപോർട്ടിലേക്ക് യാത്ര അയക്കാൻ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി അവൻ എന്നോട് കള്ളം പറഞ്ഞതാണ്, അവൻ ഓഫീസിൽ തന്നെയുണ്ട്, ഇതെല്ലാം ചെയ്തത് മിസ്കോ ആണെന്ന് അറിഞ്ഞിട്ട് അവൻ മിസ്കോവിനെ തിരിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറയും. ഇവിടെ ഹീറോ മിസ്കോവിന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഹീറോയിൻ ജീഷിംഗ് എന്ന് വിളിച്ചിട്ട് മിസ്കോവിന്റെ കാറിന്റെ അടുത്തൂടെ ഓടി വരികയാണ്. അവനും അവൾക്ക് ഓപ്പോസിറ്റ് ഓടി വന്നിട്ട് ഓടി വരല്ലേ അതിൽ ബോംബുണ്ട് പൊട്ടിത്തെറുക്കുമെന്ന് പറയും. അപ്പോൾ അവൾ അവനോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ, നീ നല്ലവനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇവരോട് ഇങ്ങനെയല്ല റിവെഞ്ച് ചെയ്യേണ്ടത്, നിന്റെ അമ്മയോട് ചെയ്ത തെറ്റിനെ അവർക്ക് എന്തായാലും ശിക്ഷ കൊടുക്കണം, പക്ഷെ അത് ഇങ്ങനെയല്ല, നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയും. അവളും അവനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്തത് നല്ലതാണെന്ന് നമ്മുടെ ഹീറോക്ക് പിന്നീട് മനസ്സിലാകും. ഈ ലോകത്ത് നീയാണ് എനിക്ക് ഏറ്റവും വലുത്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, എനിക്കിപ്പോ ഈ റിവെഞ്ച് ചെയ്യുന്നതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല, നിന്റെ കൂടെ ജീവിതം മുഴുവൻ സന്തോഷത്തോടെ ഇരുന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് മിസ്കോവിനെ ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കും. നിങ്ങൾ ഒരുപാട് ഇല്ലീഗൽ വിഷയങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൂടാതെ ഒരുപാട് കമ്പനിയിൽ കള്ളത്തരങ്ങളും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനിയിൽ വേണോ വേണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ബാക്കി മെമ്പേഴ്സ് എല്ലാം ഓഹോ നിങ്ങൾ അങ്ങനെയുള്ള സ്ത്രീയാണോ, നിങ്ങളെ പോലെയുള്ളവരൊന്നും ഈ കമ്പനിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മിസ്കോവിനെ നേരെ തിരിയും. മിസ്കോവിനും ഭയങ്കര ദേഷ്യം വന്ന് അവിടുന്ന് പോകും. അതുകൂടാതെ ആന്റിയുടെ കയ്യിൽ മിസ്കോവിനെ കുറിച്ചുള്ള സത്യങ്ങൾ നിറഞ്ഞ ഒരു റെക്കോർഡർ ഉണ്ടായിരുന്നില്ല, അത് ഇവർ
ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതെടുക്കാൻ വേണ്ടിയായിരിക്കും ആന്റി അവർ കൊന്നതെന്ന് ഹീറോ ഫീലാകും. അപ്പൊ ഹീറോയിൻ നിന്റെ അമ്മ പിന്നെ ആന്റി കൂടെ എന്റെ അച്ഛനും ഇപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാകും. ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞെന്ന് ഹീറോയിൻ പറയവേ പ്രശ്നങ്ങൾ മുഴുവനായിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല എന്നവൻ പറയുമ്പോൾ ദൈവമേ ഇനി അടുത്തത് എന്ത് പ്രശ്നമായി എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇനി ജീവിതത്തിൽ ഫുൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം, അപ്പോഴേ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കൂ എന്നവൻ പറയും. അങ്ങനെ പിറ്റേ ദിവസം അവൾ എണീറ്റ് നോക്കുമ്പോൾ ഹീറോനെ അവിടെ കാണുന്നുണ്ടാകില്ല. അവനെ തിരിഞ്ഞു പോകുമ്പോൾ അവനൊരു ബീച്ചിലുണ്ടാകും. അവിടെ അവൻ അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഒരു ഫ്ലവറുമായി കാത്തിരിക്കാണ്. ഇവളാകെ പേടിച്ചിട്ട് നീ ഇത് എവിടെയായിരുന്നു, ഞാനാകെ പേടിച്ചു പോയി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നവൾ ചോദിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട് എന്നവൻ പറയും. അപ്പൊ അവൾ ആകെ ഷോക്കായിട്ട് ഇനി അടുത്തത് എന്ത് പ്രശ്നമാടാന്ന് ചോദിക്കും. അപ്പൊ അവൻ നീ എന്റെ അടുത്ത് നിന്നും മാറി നിൽക്കുമ്പോൾ എന്റെ മനസ്സിന് ഭയങ്കര വേദനയാണ്, നീ എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ അത് താനേ മാറും എന്നവൻ പറയുമ്പോൾ എടാ ദ്രോഹി ഇത് പറയാനാണോ നീ വന്നേ, ഞാനാകെ പേടിച്ചു പോയി. ഉടനെ അവൻ മുട്ടുകുത്തിയിരുന്നിട്ട് അവൾക്കായിട്ട് റിങ് കൊടുത്തിട്ട് നീ എന്റെ ഭാര്യയാകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട് അവളെ പ്രപ്പോസ് ചെയ്യും. ഇത്രയും വർഷം ഇതിനായിരുന്നു ഞാൻ കാത്തിരുന്നതെന്നും പറഞ്ഞ് അവൾ അവനെ കിസ് ചെയ്യും. ഇവിടെ ഇവർ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് സാൻഡിൽ ഇരിക്കുകയാണ്. അപ്പോ അവൻ അവളോട് നിനക്കെന്താ വേണ്ടത്, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാമെന്ന് പറയും. അപ്പോ അവളെ ഇതുപോലെ എനിക്ക് ബീച്ചിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് പറയും. ശേഷം അവൾ എനിക്ക് ഒരുപാട് കാൻഡീസ് കഴിക്കാൻ ഇഷ്ടമാണെന്നും പറയും. അങ്ങനെ അവൻ അവൾക്ക് മിഠായി വാങ്ങാൻ പോയ ഗ്യാപ്പിൽ മിസ് ഗൗ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകും. അവർ അവളുടെ ദേഹത്ത് ബോംബ് വരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മിസ് ഗൗ ഹീറോയിനോട് നോക്ക് നിന്റെ അച്ഛനെ കൊന്നത് ജീഷിങ് അല്ല, നിന്റെ അച്ഛൻക്ക് കുറച്ചായിട്ട് വിഷം കൊടുത്ത് പതിയെ കൊന്നത് ഞാനാണെന്ന് പറഞ്ഞതും അവൾ ഭയങ്കര ദേഷ്യത്തോടെ അപ്പോ നിങ്ങളാണ് എന്റെ അച്ഛനെ കൊന്നതല്ലേ എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടും. അവളെ അവർ കെട്ടിയിട്ടത് കൊണ്ട് അവൾക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഹീറോ അവളെ അന്വേഷിച്ച് അങ്ങോട്ടെത്തിയതും ഇങ്ങോട്ട് വരരുത്, ഇവിടെ ബോംബ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ അടുത്തു വന്നാൽ എല്ലാവരും മരിച്ചു പോകുമെന്ന് പറഞ്ഞ് മിസ്കോ ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പോ ഹീറോ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലേ, നിങ്ങൾ മരിച്ചാൽ പിന്നെ അവൻക്കാരാ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് കീഴടക്കും. എന്താടാ നീ എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കണം, ശരി ഞാൻ നിനക്കൊരു അവസരം തരാം, പറ്റുകയാണെങ്കിൽ നീ അവളെ രക്ഷിച്ചു പോകാൻ നോക്കി, ഇനിയും ഒരു നിമിഷം കൂടിയുണ്ട് എന്നും പറഞ്ഞ് മിസ്കോ അവിടുന്ന് എസ്കേപ്പ് ആകും. അവളുടെ കയ്യിലെല്ലാം കയറുകൊണ്ട് മുറുക്കി കെട്ടിയത് കൊണ്ട് അവൻക്ക് അതയക്കാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവസാനം അവൾ അവനോട് ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോ, ഇനി ടൈമില്ല. പക്ഷെ അവൻ അവളെ വിടാതെ ചത്താലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അവസാനം അവളെ രക്ഷിച്ചതും ബോംബ് പൊട്ടിയതും ഒരേ ടൈമിലാണ്. ഭാഗ്യത്തിന് രണ്ടുപേരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹീറോ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പോലീസിനെ ഇൻഫോം ചെയ്തിരുന്നു. അവർ വന്ന് മിസ്കോവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും ഒഫീഷ്യലായി കല്യാണം കഴിക്കും. എന്റെ ജീവിതം ഫുൾ ഇരുട്ടായിരുന്നു, എന്നാൽ നീ വന്നതിനു ശേഷമാണ് ലൈഫിൽ ഒരു വെളിച്ചമൊക്കെ ഉണ്ടായത്. ഒരു ഭാര്യയായിട്ട് മാത്രമല്ല എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും കൂടെ നീ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നവൻ പറഞ്ഞ് അവളെ കിസ് ചെയ്യും. അങ്ങനെ ഈ മൂവിയുടെ ഹാപ്പി എൻഡിങ്ങിൽ എത്തുന്നു. എനിക്ക് ഈ മൂവിയിൽ ഹീറോനെയും ഹീറോയിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടത് ആരെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഇതുപോലത്തെ മൂവീസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ കമന്റിനനുസരിച്ച് ഞാൻ അടുത്ത മൂവി ഇടുന്നതാണ്.